Hearty welcome to all. BPAG 171. Okay, Block 2 Disaster Management Concepts and Institutional Framework. നമ്മുടെ യൂണിറ്റ് 1 മുതൽ 4 വരെ ആൾറെഡി എടുത്തു കഴിഞ്ഞു. ഇത് ബ്ലോക്ക് 2 ആണ്. അപ്പോൾ ബ്ലോക്ക് 2-ലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കൺസെപ്റ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ഇത് യൂണിറ്റ് 5 ആണ്. യൂണിറ്റ് 5-ന്റെ ഹെഡിങ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. പോളിസി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്. ആക്ട് പാസ്സാവാൻ കാരണമുണ്ട്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാരണം അനവധി നാച്ചുറൽ കലാമിറ്റി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഫ്ലഡ് ആയിക്കോട്ടെ, എർത്തുക്കേക്ക് ആയിക്കോട്ടെ, അങ്ങനെ പലതും വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് ഡീറ്റെയിൽ ആൾറെഡി നിങ്ങളുടെ ബുക്കിലുണ്ട്. ഏതെല്ലാം സ്ഥലത്താണ് ഈ ഫ്ലഡ് വന്നത്, ഏതെല്ലാം സ്ഥലത്താണ് നമ്മുടെ എർത്തുക്കേക്ക് വന്നതൊക്കെ ഉണ്ട്. അപ്പൊ അതിനുശേഷം ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടും അവർ ഏത് വിധത്തിൽ റീഹാബിലിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഈ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അതിനപ്പം ഗവൺമെന്റ് ചില പോളിസി ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഉണ്ട്. അതേ പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റിനും അതാത് ഡിസ്ട്രിക്റ്റും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ വരികയാണെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഡിസ്ട്രിക്റ്റും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ടല്ലോ, പഞ്ചായത്ത് രാജ്, ഇവരൊക്കെ ഇതിൽ സഹകരിച്ചേ പറ്റൂ. എന്താ കാരണം വെച്ചാൽ ഒരു ഫ്ലഡ് ഉണ്ടായി വിചാരിക്കുക, ആ ഫ്ലഡിനെ അഫക്ട് ചെയ്യുന്ന എൻറ്റയർ റീജിയനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ റീജിയനിൽ ഒരാൾ ഒരു പഞ്ചായത്ത് ആയിരിക്കില്ലല്ലോ, അനവധി പഞ്ചായത്ത്. ചിലപ്പോൾ ഫ്ലഡ് പല സ്ഥലത്ത് ഒരേ സമയത്ത് ഒരു ദിവസം തന്നെ പല ഡിസ്ട്രിക്റ്റിലെ അഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ പല ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. ഇന്റർ ഡിസ്ട്രിക്ട് കോർഡിനേഷൻ ഈസ് റിക്വയർഡ്. അപ്പോൾ സ്റ്റേറ്റിന് മാത്രം ഇത് താങ്ങാൻ പറ്റില്ല. ഇതിന്റെ പ്രത്യാഘാതം, അതായത് ഇതിന്റെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്. അതേമാതിരി സംടൈം ബാക്കിനോ, ഇപ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പേ ലത്തൂർ, നമ്മുടെ മഹാരാഷ്ട്രയിൽ ഇതേമാതിരി ഒരു ഭൂകമ്പം ഉണ്ടാക്കിയപ്പോൾ കണ്ടമാനം ആളുകൾ മരിക്കലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അത് വെറും മഹാരാഷ്ട്ര ഗവൺമെന്റിന് താങ്ങാൻ പറ്റാവുന്ന ഇതല്ല. അതിൽ വീട് വെച്ച് കൊടുക്കണം, പല റീഹബിലിറ്റേഷൻ മെഷേഴ്സ് നമുക്ക് നോക്കണം. അപ്പൊ അത് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ആക്ട് ഉണ്ട്, പോളിസി ഉണ്ട്. ആ പോളിസി അതേ പ്രകാരം ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത് അപ്പൊ ഇതില് ഈ യൂണിറ്റില് നമ്മൾ 5ാമത്തെ യൂണിറ്റിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിനെ പറ്റിയിട്ട് 2005-ലാണ് പാസ്സാക്കിയത്. നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയത് 2005-ലാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് അണ്ടർ ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. പിന്നെ റോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റ് റോള്. അല്ലാണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാം ചെയ്യാൻ പറ്റില്ല, സെൻട്രൽ ഗവൺമെന്റ് എല്ലാം ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റേറ്റിൽ വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് അല്ലേ ഫുൾ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് വേണ്ട. സെൻട്രൽ അസിസ്റ്റൻസ് അല്ലേ കിട്ടൂ. എന്താ അസിസ്റ്റൻസ്? നമ്മുടെ ചില സമയത്ത് റാപ്പിഡ് ആർമഡ് ഫോഴ്സ്, അതേമാതിരി പല ഇവരുടെ ഇതുണ്ട്. പിന്നെ എയർ ഹെൽപ്പ്, നമ്മുടെ ഹെലികോപ്റ്റർ പ്രകാരം നേവി, ഇങ്ങനെ നമ്മുടെ ആർമി, BSF, CISF, ഇവരൊക്കെ ഇൻവോൾവ്മെന്റ് വേണം ജനങ്ങളൊക്കെ മാറ്റി താമസിപ്പിക്കണമെങ്കിൽ. ഓക്കെ, സോ അതർ ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ഉണ്ട് ഇന്ത്യയിലെ, പല വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസിനെ പറ്റിയിട്ടും പോളിസിയെ പറ്റിയും, അതായത് നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ് 2009-ലുണ്ട്. അങ്ങനെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ട്. അതായത് ഏതെല്ലാം സ്ഥലത്ത് വൾണറബിൾ ആണ്, അപ്പൊ അത്തരത്തിൽ എവിടെ എന്താണ് ചെയ്യേണ്ടത്, പല ഇപ്പൊ ഉദാഹരണം ലാൻഡ് സ്ലൈഡും മറ്റുള്ള സമയത്ത് അവിടെ ബിൽഡിംഗ് ഒക്കെ വെക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ പ്ലാൻ വേണം, മാപ്പിംഗ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോ ഇവിടെ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മള് എയർ പൊല്യൂഷൻ സംസാരിച്ച കഴിഞ്ഞ പ്രാവശ്യ സമയത്ത് എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, റേഡിയേഷൻസ്, ഇതൊക്കെ പൊല്യൂഷനിൽ പെട്ടതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയാൻ മറന്നു. അതായത് പ്ലാസ്റ്റിക് പൊല്യൂഷൻ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ. അതായത് നമ്മളെ പ്ലാസ്റ്റിക് വളരെ ഡേഞ്ചറസ് ആണ്. എത്രയോ വർഷം അത് ഭൂമിയുടെ അടിയിൽ കിടന്നാലും ആ പ്ലാസ്റ്റിക്കിന് ഒരു മാറ്റം വരില്ല. 50 കൊല്ലം കിടന്നാലും ആ പ്ലാസ്റ്റിക് ഭൂമിയുടെ അടിയിൽ അതേ പ്രകാരം ഇരിക്കും. അപ്പോൾ വളരെ ഡേഞ്ചറസ് ആണ് ഈ പ്ലാസ്റ്റിക്. അതേമാതിരി നമ്മളൊക്കെ വലിച്ചെറിഞ്ഞ് തിന്നുന്നത് പശുക്കള്, അതേമാതിരി ആന,
ഇതൊക്കെ വിശക്കുമ്പോൾ അതെല്ലാം തിന്നും. അപ്പോൾ അതെല്ലാം ആമാശയത്തിൽ മറ്റേ അവരുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ഇതെല്ലാം സ്റ്റോർ ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ പല 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 ഇൻസിഡന്റ്. ഇതിന് പുറമെ നമ്മളെ ഒരു കെയർലെസ് ആയിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ കടലിലേക്ക് തള്ളുന്നു, ഈ നദിയിലേക്ക് തള്ളുന്നു, നദി കടലിൽ പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും വെള്ളത്തിൽ ഒഴുക്കാം എന്നുള്ള ഒരു ധാരണ, അതിനാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ പറയുന്നത്. വളരെ അപകടകരമായ ഒരു ഇതാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അപ്പോൾ ഇതിൽ നോക്കൂ, ഓരോരോ സ്റ്റേറ്റിലെ ഓരോരോ ഇതിൻ്റെ ക്ലീനിങ് കടലിൽ നിന്ന് എന്താ, അതായത് ഉദാഹരണം ടേക്ക് ദ എക്സാമ്പിൾ ഇൻ കേരള, പ്ലാസ്റ്റിക് പൊല്യൂഷൻ്റെ ഒരു കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട്, ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. കോസ്റ്റൽ അതായത് നമ്മുടെ കടൽ തീരമാണ്. അപ്പൊ ഇത് പറയുന്നത് പല സ്റ്റേറ്റിനും അപ്ലിക്കബിൾ ആണ് കേട്ടോ. ഈ കോസ്റ്റൽ ഗോവയിലില്ലേ, ഗുജറാത്തിലില്ലേ, വെസ്റ്റ് ബംഗാളിലില്ലേ, ഒറീസയിലില്ലേ, ആന്ധ്രാപ്രദേശിലില്ലേ, മദ്രാസ്, ചെന്നൈയിലില്ലേ, എല്ലായിടത്തും ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാതെ എല്ലാം മറ്റുള്ളവർക്കും പലർക്കും അപ്ലിക്കബിൾ ആണ്. പക്ഷെ ഈ പറയുന്ന കോസ്റ്റൽ ഏരിയ ഹരിയാനയിലോ പഞ്ചാബിലോ ജമ്മു കാശ്മീരിലോ ഇല്ല. വേർ സീ ഈസ് നോട്ട് ദർ അതർ സൈഡ് ബോത്ത് ഈസ്റ്റ് ഓർ വെസ്റ്റ്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്ലാസ്റ്റിക്കില് നമ്മൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഉദാഹരണം കേരള ഗവൺമെന്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അതായത് സ്റ്റേറ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 8 ജൂണിന് ഓഷ്യൻ ഡേ എന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോരോ ദിവസം ഓരോരോ ദിവസത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. പക്ഷെ സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം എന്താ വെച്ചാൽ പിന്നീട് അടുത്ത കൊല്ലം ആ ദിവസം നമ്മൾ ഓർക്കൂ. അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ നമ്മുടെ ഗാന്ധി ജയന്തി ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്നും ഓർക്കേണ്ടതല്ലേ. അല്ലാണ്ട് ഒക്ടോബർ 2 മാത്രം നമ്മൾ മഹാത്മാഗാന്ധിയുടെ അല്ലെ ജനനോ അല്ലെങ്കിൽ സപ്പോസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആഗസ്റ്റ് 15 അത് കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോവുക. പിന്നെ ജനുവരി 26 അങ്ങനെയല്ല. ഇത്തരത്തിലുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പാർട്ടാക്കണം. അതായത് ഇവിടെ നോക്കൂ, കേരള 8 ജൂണ് ഓഷ്യൻ ഡേ സെലിബ്രേഷൻ ഉണ്ട്. അതായത് ഇപ്പൊ കേരളത്തിലെ ക്ലീൻ സീ, കടലിനെ നല്ല ക്ലീൻ ചെയ്ത് ക്യാമ്പയിൻ, അതായത് 24 തുറമുഖത്ത്, കേരളത്തിലെ കൊച്ചു 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 തുറമുഖത്ത് അതായത് ക്ലീൻ സീ ക്യാമ്പയിൻ ഉണ്ട്. അതായത് ശുചിത്വ സാഗരം, കടലിലെ വൃത്തിയാക്കുക സാഗരം, അല്ലെങ്കിൽ സുന്ദര തീരം, അതായത് ക്ലീൻ സീ ബ്യൂട്ടിഫുൾ കോസ്റ്റ് തീരം, അങ്ങനെ ചില പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ക്യാമ്പയിൻ, അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻക്ലൂഡിങ് ബാഗ്, പ്ലാസ്റ്റിക് ബാഗ്, ബോട്ടൽ, നമ്മളെ മിനറൽ വാട്ടർ കുടിച്ച് അങ്ങോട്ട് ഇടുന്നു ഇല്ലേ, കടലിലേക്ക് മറ്റേ നദിയിലേക്കൊക്കെ ഇടുന്നു. അത് നദിയിൽ പോണത് മുഴുവൻ കടലിലേക്ക് പോകും ചിലത്. അപ്പൊ ഈ പ്ലാസ്റ്റിക് ബോട്ടൽസ്, റോപ്പ്, നെറ്റ്, ഇതൊക്കെ നമ്മളെ കണ്ണി കണ്ടത് മുഴുവൻ വെള്ളത്തിലിടണം. അപ്പൊ അങ്ങനെ 1.45 ലക്ഷം കിലോഗ്രാം ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഹാവ് ബീൻ കളക്റ്റഡ്. ഡിസംബർ 21 ഒരു കൊല്ലത്തിൽ കളക്ട് ചെയ്ത് തരികയോ, അതായത് 1.45 ലക്ഷം കിലോ പ്ലാസ്റ്റിക് വേസ്റ്റ്. അതൊരു മേജർ പ്രോബ്ലമാണ്, അഫക്റ്റിംഗ് ഈവൻ ഇൻലൻഡ് ഫിഷറി, മത്സ്യം. ഓക്കെ, in recent estimate had put up the total plastic accumulation in inland water at around 700 tons. Okay, അങ്ങനെ accumulation of plastic waste, especially plastic bags in the backwater that finally end in the sea water of the coast. അതായത് തിരമാല അടിക്കുമ്പോൾ അത് തീരത്തിലേക്ക് അടുക്കുന്നു അല്ലെ, കടലിലെ തിരമാല. അപ്പോൾ വളരെ നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ പോളിസി ഇൻസ്റ്റിറ്റ്യൂഷൻ അറേഞ്ച്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്യാൻ ബി ഡിഫൈൻഡ്. ഇത് ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്നത് നിങ്ങളുടെ പുസ്തകത്തിലുള്ളതല്ല, അതാണ് ഞാൻ അഡീഷണൽ. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുസ്തകത്തിലുള്ളത് നിങ്ങൾ വായിക്കുക, പക്ഷെ അഡീഷണൽ ഇൻഫർമേഷൻ തരുന്നതാണ് എൻ്റെ ഡ്യൂട്ടി, മനസ്സിലായില്ലേ? അല്ലാണ്ട് ബുക്കിൽ മാത്രം. കാരണം ഓരോ ദിവസങ്ങളിലും പല സംഭവ വികാസങ്ങളും രാജ്യത്തും ലോകത്തും നടക്കുന്നുണ്ട്. പുസ്തകത്തിലുള്ളത് ചിലപ്പോൾ 1, 2, 3 കൊല്ലം മുമ്പേത്തെ ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഇന്നലെ നടക്കുന്നോ മിന്നാൻ നടക്കുന്നോ കാര്യങ്ങളാവണമെന്നില്ല ചിലപ്പോഴേ. പക്ഷെ നിങ്ങളെ മാതിരിയുള്ള ആളുകൾ അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുക എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, റേഡിയേഷൻ, ഇതില്ല.
പ്ലാസ്റ്റിക് പൊല്യൂഷൻ വളരെ വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ഈ മൃഗങ്ങളെല്ലാം തിന്നുക, കാരണം വിശന്നിട്ട് അവർ തിന്നൊന്നുമില്ല. അപ്പൊ അത് പിന്നെ എന്നിട്ട് അവരുടെ ചത്താൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പല ഇൻസിഡന്റ് ഉണ്ടായി ആനയ്ക്കൊക്കെ. ആദ്യ സമയത്ത് ഉരുപ്പടി കിലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്ലാസ്റ്റിക് ബാഗുകളും എടുത്ത്, കാരണം അതിന് വിശപ്പിന് അത് തിന്നുന്നതാണ് അതൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വലിച്ചെറിയരുത്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അടുത്ത വീട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് മാലിന്യം ഇടണം, ഇല്ലേ? നമ്മൾ വി ആർ നോട്ട് ബോതർഡ് അബൌട്ട് others. we have become more selfish, which is very dangerous. അതായത് ഞാൻ എൻ്റെ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്ന് മാത്രം ഓർത്തുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ എമർജൻസി സിറ്റുവേഷൻ ആകുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മറ്റുള്ളവർ ഇല്ലാതെ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളും വൃത്തിയാവണം, മറ്റുള്ളവരും അതെ, അവരെയും നന്നായിട്ട് ജീവിക്കാൻ അനുവദിക്കണം. അപ്പോൾ ആൾവേസ് യു ഷുഡ് ബി ഹാപ്പി, യു മേക്ക് അതേഴ്സ് ആൾസോ ഹാപ്പി. മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കാര്യം എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ യു ആർ ഓൾ ഐ തിങ്ക് ആൾറെഡി വർക്കിംഗ് ഓർ അപ്കമിങ്, എനിക്കറിയില്ല നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ഏജിലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പൊതുവെ പറയട്ടെ, 1-2 ബേസിക് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതായത് കരിയർ വി ഹാവ് ടു ബിൽഡ് അപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, നോട്ട് ഓൾ ഓഫ് എ സഡൻ. അത് വളരെ കഷ്ടപ്പെട്ടിട്ട് വേണം കരിയർ മേപ്പെട്ട് പോകാൻ. അതെന്താ കഷ്ടപ്പെടണമെന്ന് വെച്ചാൽ, ചിലർ ഈസി ആയിട്ട് മേപ്പെട്ട് പോകേണ്ട അതേമാതിരി ഈസി ആയിട്ട് കീപ്പിട്ട് മുഴുവൻ. അതല്ല, എക്സ്പീരിയൻസും നോളജും കൂടി മെല്ലെ 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 വളർന്നു വരാൻ നോക്കണം. വളരെ skilled manpower is required for India and each and every state. Not only qualification, okay, സ്കില്ലും വേണം, അത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് വേണം. ഒരു ഡ്രൈവർക്ക് ഒരു മോട്ടോർ വെഹിക്കിൾ ആണ് ചോദിക്കുക, അയാളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? മനസ്സിലായില്ലേ? പൈലറ്റ് ലൈസൻസ് ഉണ്ട്, വണ്ടി പ്ലെയിൻ പറപ്പിക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? അപ്പൊ അതുകൊണ്ട് നോട്ട് ഓൺലി അക്കാഡമിക്, ബി പ്രാക്ടിക്കൽ ഓൾസോ. അഡീഷണൽ ഇൻഫർമേഷൻ വളരെയധികമായിട്ട് നല്ല സ്കിൽ. ദർ ഈസ് എ സ്കിൽ ഷോർട്ടേജ് ത്രൂ ഔട്ട് ദ കൺട്രി. പ്രത്യേകം ഓർക്കുക, ജോബിനല്ല പ്രശ്നം, സ്കിൽഡ് എംപ്ലോയീസ് ആർ നോട്ട് അവൈലബിൾ. അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ വിചാരിക്കും എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. അല്ല, അങ്ങനെയല്ല സ്ഥിതി വളരെ പരിതാപകരമാണ്. കാരണം ഒരു 10 വേക്കൻസിക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിലൊക്കെ ഹയർ ഞാനത് ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓവർ ക്വാളിഫൈഡ് പീപ്പിളാണ് ദർ ആർ അപ്ലൈയിങ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, എംപ്ലോയർ ആൾവേസ് എക്സ്പെക്ട് സ്കിൽഡ് മാൻ പവർ, വെദർ ഇറ്റ് ഇസ് IT, വെദർ ഇറ്റ് ഇസ് സംതിങ് എൽസ്, അതൊരു സ്കിൽഡ് മാൻ പവർ ഉണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഓരോരോ ലൈനിൽ, ഏത് ലൈൻ നിങ്ങൾ സെലക്ട് ചെയ്താലും അതിൽ പ്രൊഫഷണൽ ആയിട്ട് എക്സൽ ചെയ്യണം. നമ്പർ 1. Number 2, when you are working in a company, there may be politics and so many groupism and so many other things I don't want to elaborate. So many things will be there. But kindly remember one thing. You have to cultivate good habit in the office. Working environment should be there properly. Interpersonal relation should be there, without which you will be very, very difficult, because daily you have to work between 9:30 and 6 o'clock or 5 o'clock or whatever is there, and daily you have to meet your colleagues, and interpersonal relationship should be there. അതായത് നിങ്ങൾ ഒരു കൊല്ലമല്ലോ വർക്ക് ചെയ്യുന്നത്, 50 വയസ്സ് വരെ, 55 വയസ്സ് വരെ, 60 വയസ്സ് വരെ ഒക്കെ അല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നല്ല നല്ല റിലേഷൻ. കാരണം എന്താ പറ്റുമെന്ന് വെച്ചാൽ, വീട്ടിലും ടെൻഷൻ, ഓഫീസിൽ പോയാലും ടെൻഷൻ പാടില്ല. മനസ്സിലായി? അപ്പം വളരെ, പിന്നെ വേറൊന്ന്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും, അത് ഇൻഡിവിജ്വലിന് എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ടോളറൻസ് ആണ് വേണ്ടത്. അതേമാതിരി യു ട്രൈ ടു ഹെൽപ്പ് അതേഴ്സ് ആൻഡ് ടേക്ക് ഹെൽപ്പ്, ഗിവ് ഹെൽപ്പ് ആൻഡ് ടേക്ക് ഹെൽപ്പ്. നിങ്ങൾ ആൾവേസ് മറ്റുള്ളവർ സഹായിക്കണം, അതേമാതിരി ഇങ്ങോട്ട്. എന്നാലേ അവർ നിങ്ങളെ വെൻ യു ആർ ഇൻ നീഡ് ഓഫ് their help, they will also accept. പിന്നെ another important thing which I want to tell you that, ഇതെല്ലാം ഓർക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇത് ജീവിതത്തിന്റെ പാർട്ടാണ്. പല പ്രശ്നങ്ങളും ചിലപ്പോൾ ഉണ്ടാകും. ഈ വീട്ടിലായാലും ശരി, ഓഫീസിലായാലും ശരി, വേറെ എവിടെയെങ്കിലും ശരി, എവിടെയെങ്കിലും. ഓക്കെ, നോ ഇപ്പോഴെല്ലാം ന്യൂക്ലിയർ ഫാമിലിയാണ് എല്ലാം ഉണ്ട്. പക്ഷെ ബേസിക് ലൈഫിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് എന്താ വെച്ചാൽ, don't hate anybody. If you can help somebody, please help. If you cannot help, no problem. Don't
help because you are not in a position to help them. But don't hate anybody. Try, if you can, you help them. If you cannot, okay, no problem at all. If you are unable to help them, there is no problem at all. But don't hate anybody. എന്തുകൊണ്ടാണ് ഇത് പറയണമെന്ന് വെച്ചാൽ, when you are in need, these people will sometimes help you. Your real friend or somebody or relations will not sometimes help you. Remember, so basic principle in the life, in life you have to understand, always we have to keep up with the good relationship with each and everybody. Good relationship, sensible, വളരെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള വളരെ നല്ല. കാരണം എന്താ വെച്ചാൽ, നമ്മള് ഈ ലോകത്തിൽ തന്നെ നമ്മള് എത്ര കൊല്ലം, നമ്മള് എത്ര വർഷമാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയില്ലല്ലോ. പക്ഷെ വെൻ യു ആർ ലൈവ്, നമ്മൾ വളരെ ഹാപ്പി, എൻവയോൺമെന്റും ടുഗദർനെസ്സും ബിലോങ്ങിങ്നെസ്സും ഇതെല്ലാം അത്യാവശ്യമായിട്ട് പരിണമിക്കും. കാരണം ഇന്നത്തെ കാലത്ത് അത് കമ്മിയായിട്ട് വരുന്നത് കാണാണ് നമുക്ക് കാണാം, എത്രയോ പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കുന്നു. സോ എനിവേ, ദാറ്റ് ഈസ് വൺ തിങ്. നൗ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ, ഞാൻ ഇതെല്ലാം ജനറലായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പ്രാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളാണ് ഞാൻ ഇത് പറയുന്നത്. പിന്നെ എത്രയോ നമ്മള് ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന ആളുകളോ, അല്ലെങ്കിൽ ഒരാൾ ദേഷ്യപ്പെട്ടു വെച്ചാൽ നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിലാണല്ലോ ദേഷ്യപ്പെടൂ. നിങ്ങളോട് വെറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ അച്ഛൻ മകളെ അടിച്ചു വിചാരിക്കുക, വെറുപ്പുണ്ടാണോ? സ്നേഹമില്ലാണ്ടാണോ? അല്ലല്ലോ. അത് നന്നാവാൻ വേണ്ടിയിട്ടും നല്ല നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടല്ലേ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ദേഷ്യപ്പെട്ടാലും വി ഷുഡ് നോട്ട് വെറി അബൌട്ട് ദാറ്റ്. അപ്പോൾ അത് അതേ സ്പിരിറ്റിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ടോളറൻസ്, അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അത്യാവശ്യമായിട്ട്. ഇന്നത്തെ കാലത്ത് ചില സമയത്ത് അത് കാണുന്നില്ല. അതിൻ്റെ റെപ്പർക്യൂഷൻ എന്താണെന്ന് ഭയാനകമായിട്ടാണ് പോകുന്നത്. ചില സമയത്ത് പറഞ്ഞാലും മറ്റുള്ളവർക്ക് അത് നമ്മുടെ കുട്ടികൾക്ക് പറയാൻ മനസ്സിലാക്കാത്ത ചില സംഗതികളൊക്കെ എല്ലാം ഉണ്ട്. എനിവേ, സോ എല്ലാവരും അതേമാതിരി അല്ല, ചിലവർ വളരെ സെർട്ടൺ പെർസെൻറ്റേജ്. അപ്പോൾ നമ്മൾ വി ഹാവ് ഗോട്ട് എ ലോങ് ലൈഫ്, സോ അവർ ഹെൽത്തി, വളരെ നല്ല ഫൈനാൻഷ്യലി സൗണ്ട്, അതൊക്കെ നമ്മൾ എല്ലാം വേണമല്ലോ. നമുക്ക് ഹെൽത്ത് വേണമല്ലോ, പൈസ മാത്രം ഉണ്ടായാൽ പോരല്ലോ. അപ്പം അതിനൊക്കെ ഇതെല്ലാം വളരെ പീസ്ഫുൾ മൈൻഡ് ആയിരുന്നാലാണ് നമുക്ക് ഈ പലതും നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മുടെ മൈൻഡ് എപ്പോഴും വളരെ ക്ലിയർ ആയിരിക്കണം. സോ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് വരുന്നുണ്ട്. ബോർഡ് എന്താണെന്ന്, ഇൻ ഇന്ത്യ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ വേരിയസ് സ്റ്റെപ്സ് ഇനിഷ്യേറ്റഡ് ഇൻ ദ കൺട്രി ഫോർ മാനേജിങ് ഡിസാസ്റ്റേഴ്സ് എഫക്റ്റീവ്ലി. അപ്പൊ പറഞ്ഞില്ലേ ഏതെല്ലാം ഡിസാസ്റ്റർ ആണെന്ന് നോക്കൂ. ചില സമയത്ത് മഴ പെയ്യും എന്ന് വിചാരിച്ച് മഴ പെയ്യുന്നില്ല വിചാരിക്കുക. ഡാമ് ഡ്രോപ്പ് ഇൻ റെയിൻഫോൾ, വാട്ടർ ലെവൽ ഇൻ ഡാംസ് ഡിപ്സ്, ഓക്കെ, എബോവ് നമ്മുടെ എന്താണ് ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ഈ നമ്മുടെ ഇതുണ്ടല്ലോ റിസർവോയർ, അതില് പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി, സ്റ്റോറേജിൽ നിന്നെല്ലാം കീപ്പിട്ട് വെള്ളം പോയിട്ടുണ്ടാവും. അപ്പോൾ കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല, കൃഷി ചെയ്യാൻ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ലോകത്തില് there is a big shortage of drinking water. പറഞ്ഞില്ലേ ഞാൻ, അത് അടുത്തൊരു ലോകമഹായുദ്ധം ഉണ്ടാകുമ്പോൾ അത് വാട്ടറിന് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. കാരണം വെള്ളത്തിന്റെ ശുദ്ധവെള്ളം കമ്മിയായി വരും. എന്താ കാരണം? പലതും പൊല്യൂട്ടഡ്, എവിടെ നോക്കിയാലും ശരി പല റേഡിയേഷൻസ്, മറ്റേ ആക്ടിവിറ്റി, മറ്റേ എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, ഇതേമാതിരി പ്ലാസ്റ്റിക്, ഇതേമാതിരി സോ മെനി തിങ്സ് ആർ ദർ. അങ്ങനത്തെ വെള്ളമൊക്കെയാണ് നമ്മൾ. പിന്നെ വേറെ കാര്യം, എന്താ ക്ലോറിനേറ്റഡ് വാട്ടർ പറഞ്ഞാൽ എന്തായാലും ഇടുന്നത്? ആ വെള്ളമാണ് പൈപ്പ് കൂടെ വരുന്നത്. കാരണം അത് ഇത്ര 100% ഇതാണോ? അല്ല. അപ്പോൾ അത് നമുക്ക് അസുഖങ്ങൾ എത്ര വരും നോക്കൂ, എന്തെല്ലാം അസുഖങ്ങളാണെന്ന് നോക്കൂ. എനിവേ, സോ പ്രിപ്പയർനെസ് ടു മീറ്റ് ദിസ് ടൈപ്പ് ഓഫ് ഇതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അത് റെസ്പോൺസ് ചെയ്യണം. പ്രിപ്പയർ ചെയ്യുക എങ്ങനെ? മഴ വന്നതിന് ശേഷം അല്ലല്ലോ പ്രിപ്പയർ ചെയ്യുക. മഴ വരുമ്പോൾ എന്തെല്ലാം ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടാവും. റോഡ് ബ്ലോക്ക്, സിവറേജ് സിസ്റ്റം, അതേമാതിരി പലതും ബിൽഡിംഗ് വിൽ കൊളാപ്സ്, അതേമാതിരി മരങ്ങള് വീഴും. അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള മരങ്ങളെ, ഇലക്ട്രിക് ലൈനിലേക്ക് അതൊക്കെ വെട്ടി മാറ്റി ശരിയാക്കണം. അതാണ് പ്രിപ്പയർനെസ്. അതേമാതിരി നമ്മളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഫയർ ഫൈറ്റിംഗ്, ഫയർ എക്യുപ്മെന്റ്സ്, പോലീസ്, ഹോം ഗാർഡ്സ്, NGOs, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഇതന്നെ പ്രിപ്പയർഡ്.
റെസ്പോൺസ് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. നാളെ പോവാം, ഇന്ന് അബദ്ധം പറ്റി നാളെ പോവാം, ഇന്നിപ്പോൾ രാത്രി അങ്ങനത്തെ അല്ല. രാത്രി സംഭവിച്ച അന്ന് തന്നെ പോകണം. കാരണം വെള്ളം കരകവിഞ്ഞൊഴുകുന്നതായിരിക്കും ചില സമയത്ത്, ആളുകളെല്ലാം ഒലിച്ചു പോകും. അപ്പോൾ നമ്മുടെ കഴിയുന്ന സഹായങ്ങളൊക്കെ ആ റെസ്പോൺസ് പ്രോംപ്റ്റ് ആയിരുന്നു. പിന്നെ റിക്കവറി എന്താണ്? അതിനുശേഷം മെല്ലെ നമ്മളെ സ്റ്റെബിലിറ്റി, നാശനഷ്ടങ്ങൾ അനവധി സംഭവിച്ചിട്ടുണ്ട്, അതിനെ സ്റ്റേബിളാക്കണ്ടേ. സോ ഇൻ ഓർഡർ ടു ലെസൺ ദ ഇമ്പാക്ട്, അപ്പൊ നമ്മൾക്ക് ഈ പ്രിക്കോഷൻ എടുത്ത ഡിസാസ്റ്ററെ വളരെ കമ്മിയാക്കാൻ പറ്റും. നമ്മളെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അബദ്ധങ്ങളുണ്ടാവും, ഇല്ലേ? അതല്ലേ അപ്പൊ ചെയ്യാതിരിക്കില്ലേ നല്ലത്? അതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് അതല്ല പറയുന്നത്. പക്ഷേ സൂക്ഷിച്ചിട്ട് വേണം. അതാണ് എല്ലാ പ്രൊജക്റ്റിനും. ഇപ്പോൾ എൻവയോൺമെന്റ് ക്ലിയറൻസ് ഈസ് വെരി വെരി റിക്വയർഡ്. കാരണം വെള്ളം, മഴ പെയ്യുന്ന സമയത്ത് മഴ പെയ്യുന്നില്ല, അപ്പൊ വെള്ളം ഉണ്ടാവില്ലേ? ഇപ്പോൾ ടുഡേസ് റിപ്പോർട്ട് സേസ് ദാറ്റ് വാട്ടർ ലെവൽ ഇൻ റിസർവോയർ ഇറ്റ് ഹാസ് കം ഡൗൺ ലൈക്ക് എനിത്തിങ്. അപ്പോൾ വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ് ദർ വിൽ ബി ഡ്രിങ്കിങ് വാട്ടർ ഷോർട്ടേജ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് അണ്ടർ ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ നാഷണൽ പ്രൈം മിനിസ്റ്ററാണ് ചെയർമാൻ. ഓക്കെ, ഡിസാസ്റ്റർ വളരെ വളരെ, അതായത് ഏത് സ്റ്റേറ്റിലും എവിടെയും എന്തും എപ്പോഴെങ്കിലും സംഭവിക്കുക. ഫയർ, തീ പിടിച്ചൂടെ? അതേമാതിരി വെള്ളപ്പൊക്കം ആയിക്കോട്ടെ, ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ, എർത്തുകേക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. നാഷണൽ ഡിസാസ്റ്റർ ഇതിൽ നമ്മളെ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതേമാതിരി അപ്പൊ ഇതിന്റെ എവല്യൂഷൻ ഓഫ് എന്തുകൊണ്ട് അങ്ങനെ വന്നു, അതായത് പല ഇതിന്റെ ഡിസാസ്റ്റർ നമുക്ക് അനവധി വന്ന് നമ്മൾക്ക് അതേമാതിരി ചില സമയത്ത് അനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതായത് ഡിസാസ്റ്റർ പ്രിവെൻഷൻ ഉണ്ടായിരുന്നില്ല പണ്ട്, അതായത് റിസ്ക് റിഡക്ഷൻ പണ്ട് ഉണ്ടായിരുന്നില്ല, റിലീഫ് പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നില്ല പണ്ട്. വന്നത് അനുഭവിച്ചു, മരിച്ചവർ മരിച്ചു. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയട്ടെ. പണ്ട് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, എന്ത് റെമഡിയാണ് എടുത്തത്? അന്ന് നമുക്ക് യാതൊന്നും അതിനെ പറ്റിയിട്ട് കൂടുതൽ പരിചയമുണ്ടായിരുന്നില്ല. കൂടുതൽ ഇന്നും വളരെ കഴിവുണ്ട് നമുക്ക്. പക്ഷേ മരിച്ചവർ മരിച്ചുപോയി, ഹാൻഡിക്യാപ്ഡ് അതിന് അഫക്റ്റ് ചെയ്ത ആളുകൾ ഇപ്പോഴും അത് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമുക്ക് അന്ന് ഇതിനുള്ള ഇതുണ്ട്. ഇപ്പൊ കുറെയൊക്കെ സയന്റിഫിക് വേ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിന്റെ ഫങ്ഷൻസിന്റെ ഇതുണ്ട്. ഫങ്ഷൻസ് എന്താണ്? നാഷണൽ ഡിസാസ്റ്റർ അതോറിറ്റി. നാഷണൽ അതോറിറ്റി പറഞ്ഞ എവല്യൂഷൻ, അതായത് ഇവിടെ എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് ആക്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ 5 ഇയർ പ്ലാനിലെ 10ാമത്തെ 5 ഇയർ പ്ലാൻ ഇതിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതിന് പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. അതില് പ്രൈം മിനിസ്റ്റർ, സെൻട്രലിലെ ചീഫ് മിനിസ്റ്റർ, സ്റ്റേറ്റിലെ ഓരോരോ ബോർഡിനെ പറ്റിയിട്ട്, അതായത് SDMA പറഞ്ഞ സ്റ്റേറ്റിലത്തെ, NDMA പറഞ്ഞ സെൻട്രല്, പിന്നെ ഡിസ്ട്രിക്റ്റിൽ പറയുന്ന DDMA. അതേമാതിരി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതാണ് NIDM, നാഷണൽ ഡിസാസ്റ്റർ. പിന്നെ റെസ്പോൺസ് കുട്ടനാട്ടി പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ, ബോട്ട്, ഇത് ഫൈബർ ബോട്ട്, അതേമാതിരി പിന്നെ ഇവരുടെ ടീമുണ്ട്. NDRF നിങ്ങൾക്കറിയാം. ജസ്റ്റ് ഊട്ടിയിലെ നമ്മുടെ കോയമ്പത്തൂരിൻ്റെ അടുത്ത് അന്ന് നമ്മുടെ ചീഫ് ഓഫ് ദിസ് തിങ് ബിപിൻ റാവത്ത് മരിച്ച സമയത്ത് എത്ര മിനിറ്റ് കൊണ്ട് എത്തിയ ആ കാട്ടില് NDRF ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പ്ലെയിൻ ഡിസാസ്റ്റർ ടൈമിൽ ഹെലികോപ്റ്റർ എന്തോ അപകടത്തിൽ പറ്റി പെട്ടെന്ന് എത്തിയില്ലേ അവിടെ. ഇതിലെ NDRF ദേ ആർ പ്ലേയിങ് എ വെരി ബിഗ് റോൾ. എല്ലായിടത്തും എത്തും അവര്. വെള്ളപ്പൊക്കം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇതാണത്, അറേഞ്ച്മെന്റ് ആണ്. ഏത് സ്റ്റേറ്റിൽ വേണിച്ചാലും അവര് അയക്കുന്നതായിരിക്കും. റോൾ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, ഇനി റോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, ഫംഗ്ഷനോ MDMA പറഞ്ഞ ഒരു പോളിസി ഫംഗ്ഷൻ പറഞ്ഞാൽ പോളിസി ഉണ്ടാക്കുക, അതേപ്രകാരം നാഷണൽ പ്ലാൻ ഉണ്ടാക്കുക, കോർഡിനേഷൻ വേണം, അതേമാതിരി ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യണം, പിന്നെ ബ്രോഡ് പോളിസീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസീസ്, അങ്ങനെയൊക്കെ ഏതെല്ലാം വിധത്തിൽ ഡീൽ ചെയ്യണം അതൊക്കെയാണ് ഇതിന് പറയുന്നത്. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവൽ അത് വരുന്നുണ്ട്. പിന്നെ ഇനി റോൾ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിലെ എന്താ റോള്? അതായത് എവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആദ്യം മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് അറിയിക്കണത് സ്റ്റേറ്റിന്. ഇല്ലാതെ കാരണം കൺട്രോൾ ഡൽഹി, ഇത് അവർക്കറിയാതെ മുഴുവൻ.
അപ്പോൾ അതിൽ സെപ്പറേറ്റ് ഇതുണ്ട്, വിങ് ഉണ്ട്. അവര് വാൺ ചെയ്യും സൈക്ലോൺ, സുനാമി ഇതേമാതിരിയുള്ള വരും. ആന്ധ്രാപ്രദേശ് ബെൽറ്റ്, ഒറീസ, ചെന്നൈ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ പ്രിക്കോഷൻ എടുക്കും. വെസ്റ്റ് ബംഗാൾ ഇതേമാതിരിയുള്ള ബേ ഓഫ് ബംഗാൾ കടൽ തീരങ്ങളിൽ. അപ്പോൾ അത് സെൻട്രൽ ഗവൺമെന്റ് റൂള് ഗിവിങ് വാർണിംഗ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. ഞാൻ മേജറായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അതേമാതിരി മാത്രമല്ലല്ലോ, ദേ ഹാവ് ടു പ്രൊവൈഡ് ഹെൽപ്പ് ടു ദ സ്റ്റേറ്റ് ബൈ വേ ഓഫ് ഡിസ്പാച്ചിങ് മറ്റേ നമ്മുടെ NDRF, അതേമാതിരി BSF, CASF, CRPF, ആർമി, നേവി ചില സമയത്ത് വേണം. കാരണം വെള്ളപ്പൊക്കത്തിൽ നേവിയല്ലേ പറ്റൂ. ആളുകൾ വെച്ച് പോയിട്ട് ആരെ പിന്നെ എടുക്കുക? ആർമിക്ക് പറ്റില്ലല്ലോ, നേവി. അപ്പൊ ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ഇതാണ്. ഞാൻ ബ്രീഫായിട്ട് പറയാണ് കേട്ടോ. അപ്പൊ റൂൾ ഓഫ് സെൻട്രൽ മിനിസ്ട്രി, ദർ ഇസ് എ മിനിസ്ട്രി ആൾസോ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. അവര് ആണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ നേഷന്റെ പിന്നെ നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ വളരെ നോക്കൂ. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, അവരുടെ കോർഡിനേഷൻ ഉണ്ട് സെൻട്രൽ ഗവൺമെന്റിൽ. ഇങ്ങനെ ഈ മിനിസ്ട്രിയില് ഹോം അഫയേഴ്സ് ആണ് എങ്കിലും പിന്നെ വേറെ ഒരു ഇത് കൂടി ഉണ്ട്, പിന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഇവരെ എല്ലാവരോടും കൂടി കോർഡിനേഷൻ ഉണ്ട്. സെക്രട്ടറീസ് ഓഫ് ഹോം അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അഗ്രികൾച്ചറൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സിവിൽ ഏവിയേഷൻ, പിന്നെ പ്ലെയിന് ആളുകളൊക്കെ ചില സമയത്ത് മാറ്റി താമസിപ്പിക്കേണ്ടി വരും. എൻവയോൺമെന്റ്, ഹെൽത്ത്, ഫോറസ്റ്റ്, അറ്റോമിക് എനർജി, സ്പേസ്, എർത്ത് സയൻസ്, വാട്ടർ റിസോഴ്സ്, മൈൻസ്, റെയിൽവേസ്. എന്താ റെയിൽവേയുടെ എന്താ? ചില സമയത്ത് കുടിവെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കുടിവെള്ളം റെയിൽവേയിൽ കൊണ്ടുപോകേണ്ടി വരും. ചില സമയത്ത് അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. റെയിൽവേയില് വെള്ളം, കുടിക്കാനുള്ള വെള്ളം. അപ്പോ ഇതെല്ലാം കോർഡിനേഷൻ വേണം. അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പറഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. അപ്പൊ ഇവരുടെയൊക്കെ സഹായം, അതായത് എന്തിനാണ് ഈ അറ്റോമിക് എനർജി, അതേമാതിരി സ്പേസ്. ചില സ്ഥലങ്ങൾ നമ്മൾ വിട്ടുപോയിട്ട് ആളെ കാണുന്നില്ല, കാട്ടിൽ പോയി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി, ഇതെല്ലാം അവര് റിമോട്ട് സെൻസിങ് കണ്ടുപിടിക്കുന്നതൊക്കെ കംപ്ലീറ്റ് അതിനുള്ള അറേഞ്ച്മെന്റ് ഉണ്ട്. ഓക്കെ. പിന്നെ അഗ്രികൾച്ചർ മിനിസ്ട്രി പറഞ്ഞാൽ എത്ര കൃഷി നാശമായി അതും കൂടി അവരുടെ ഫ്ലഡ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് എർത്ത് സയൻസ്, ഭൂമി എങ്ങനെയാണ് അത്, എർത്ത് സയൻസ്, വാട്ടർ റിസോഴ്സസ്, ഇതൊക്കെ എല്ലാം കൂടി കോർഡിനേഷൻ അത്യാവശ്യമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിലുണ്ട് ചീഫ് മിനിസ്റ്ററും അതേമാതിരി അവരുടെ ഒരു സംഘം ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റിലുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ്. പിന്നെ ഡിസ്ട്രിക്ട് കളക്ടറെ കീഴിൽ അനവധി അതൊരു ടീമുണ്ട്, അവരുടെ ഉണ്ട്. പക്ഷേ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം കളക്ടറാണ് ഇതിന് ഉത്തരവാദി. ഒരു ഡിസ്ട്രിക്റ്റിന്റെ അയാൾക്ക് പവർ കൊടുത്തിട്ടുണ്ട്. എവിടെ എമർജൻസി കരകവിഞ്ഞൊഴുകുന്ന, ഇപ്പൊ ഒരു നദി പറയുന്നത് ചില സമയത്ത് ഒരു ഡിസ്ട്രിക്ട് 2 ഡിസ്ട്രിക്ട് കൂടെ ആയിരിക്കും ചിലപ്പോ. കളക്ടർമാർക്ക് സ്പെഷ്യൽ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ അണ്ടർ ദിസ് ആക്ട്. ഓക്കെ. പിന്നെ വേറൊന്ന് മാനേജ്മെന്റ് ഡിസാസ്റ്റേഴ്സ് ഇമ്പാക്റ്റും. പിന്നെ എന്തെല്ലാം നോക്കൂ, ഈ ആളുകളെ മാറ്റി താമസിക്കണ്ടേ, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അതേമാതിരി ചില സമയത്ത് തണുപ്പത്ത് വസ്ത്രങ്ങൾ കൊടുക്കണ്ടേ, കുട്ടികൾക്ക് ബ്രെഡ് കൊടുക്കണ്ടേ, ഓരോരുത്തർക്ക് ആവശ്യമായ ഓരോരോ ക്ലോത്ത് ഇതെല്ലാം വീട്ടിൽ തൊഴിച്ചു പോയിട്ടുണ്ടായിരിക്കും, തുണി ഉണ്ടാവില്ല. അതേമാതിരി പല സഹായങ്ങളും ചെയ്യേണ്ടി വരും. അതാണ് ഇമ്പാക്ട്. വീടിന് ഓരോരോ ക്യാമ്പ് വേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം, ചിലപ്പോൾ അതിൽ വയസ്സന്മാരുണ്ടായിരിക്കും, സിംഗിളായിട്ട്, അതായത് ഓൾഡ് ഏജ്ഡ് ആയിട്ട്, വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കണം, ഡോക്ടേഴ്സിന് ചെക്കിങ് ഇതെല്ലാം കൊടുക്കണം. പിന്നെ ഭക്ഷണം എത്തിക്കണ്ടേ, 3 നേരം ചായ ഇതേമാതിരിയൊക്കെ എത്തിക്കണ്ടേ. അതൊക്കെയാണ് ഈ ഓരോരുത്തരുടെ അവരെ നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കണം. പിന്നെ അതർ ഇമ്പോർട്ടൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറേഞ്ച്മെന്റ്. ആർമഡ് ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞു, ആർമി വേണം ചില സമയത്ത്. കാരണം നമ്മുടെ പോലീസ്, സ്റ്റേറ്റ് പോലീസ് താങ്ങാൻ പറ്റില്ല, ആർമി വേണ്ടേ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയട്ടെ, ഗംഗാ നദി നമ്മുടെ ഉത്തരാഖണ്ഡ് പോലീസ് എന്ത് ചെയ്യുക? നമ്മുടെ ഗംഗാ നദി പറഞ്ഞാൽ 4 സ്റ്റേറ്റ് 5 സ്റ്റേറ്റ് കൂടെ ഒഴുകുന്നതാണ് ഗംഗാ നദി അല്ലേ. 4 സ്റ്റേറ്റ് 5 സ്റ്റേറ്റ് നമ്മുടെ അല്ലേ, അത് വളരെ ശക്തിയായിട്ടുള്ളതാണ്. അവിടെ ഉത്തരാഖണ്ഡ് പോലീസ് എന്താ ചെയ്യുക? അപ്പോ ആർമഡ് ഫോഴ്സസ്, സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ്, സ്റ്റേറ്റ് പോലീസ്. പക്ഷെ അതിന്റെ അർത്ഥം സ്റ്റേറ്റ് പോലീസും ചെയ്യണം. ഞാനും പറഞ്ഞത് സ്റ്റേറ്റ് പോലീസിന് മിണ്ടാതിരിക്കാൻ പറ്റില്ല, അവർക്ക് ചെയ്യണം, അവരാൽ സാധിക്കുന്ന അവർ ചെയ്യണം. ഫയർ സർവീസ്. എന്താ കാരണം അറിയോ? ഈ ആർമഡ് ഫോഴ്സസ് സ്പെഷ്യലി ട്രെയിൻഡ് ആണ് ഇതിനൊക്കെ. അവര് മലയുടെ മുകളിൽ കയറാനും എല്ലാനും അവര് വളരെയധികം ഹൈലി ട്രെയിൻഡ് ആണ് നമ്മുടെ
ആംഡ് ഫോഴ്സസ്, നേവി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, ഏത് കാലാവസ്ഥയിൽ എവിടെ വേണം ചിലപ്പോൾ കൊള്ളും. അത് അത്തരത്തിലുള്ളത് സ്റ്റേറ്റ് പോലീസിന് ഇല്ലല്ലോ. ഓക്കെ. പിന്നെ സിവിൽ ഡിഫൻസ് പിന്നെ അറിയോ, ഹോം ഗാർഡ്സ്, സിവിൽ ഡിഫൻസ്, ഹോം ഗാർഡ്സ് എന്താണ്? യെസ്, ഹോം ഗാർഡ്സ്. കാരണം അത് നമ്മുടെ പിന്നെ ലോക്കൽ പഞ്ചായത്ത്, എലക്ടഡ് ബോഡീസ്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, കമ്മ്യൂണിറ്റി എല്ലാവരും ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വേണം. അല്ലാണ്ട് ഗവൺമെന്റിന് മാത്രമല്ല, ആളുകളെ സഹായിക്കലും അവരെ കൊണ്ടുവരും, വെള്ളത്തിൽപ്പെട്ടവരെ സഹായിക്കുക, പലതും ഗവൺമെന്റ് മാത്രമല്ല, അവരാൽ സാധിക്കുന്ന ഓരോരുത്തർക്കും സഹായിക്കുന്ന ഹെൽപ്പ്, നാച്ചുറൽ കലാമിറ്റി ടൈമിൽ ഹെൽപ്പ് ചെയ്യണം. കാരണം ചിലവരുടെ വീട് എല്ലാം ഫാമിലിനെ കംപ്ലീറ്റ് പോയിട്ട് മണ്ണിന്റെ അടിയിലായിരിക്കും ചിലപ്പോൾ, എത്രയോ അങ്ങനെ. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഈസ് വെരി വെരി എസെൻഷ്യൽ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. Okay, then another problem is international cooperation. പക്ഷേ ഇത് നമുക്ക് ചിലത് മറ്റുള്ള രാജ്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഭയങ്കര വലിയ വലിയ കലാമിറ്റി, ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത. അപ്പം ഇതിൻ്റെ റെഡ് ക്രോസ്, അതേമാതിരി യുനിസെഫ്, അതേമാതിരി UNDP, UNO, ഇതേമാതിരിയുള്ള ഇന്റർനാഷണൽ ഇതെല്ലാം ഹെൽപ്പ്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയണ്ടേ, ഈ ഹെൽപ്പ് എന്തെങ്കിലും നമ്മൾ വാങ്ങുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് മുഖാന്തരമായിരിക്കണം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു മറ്റുള്ള കൺട്രിയിൽ നിന്ന് ഹെൽപ്പ് മേടിക്കാൻ പറ്റില്ല, വേണ്ടെന്ന് പറയും സെൻട്രൽ ഗവൺമെന്റ്. മനസ്സിലായോ? കാരണം ഞാൻ ചെറിയ ഉദാഹരണം പറയാം. കാരണം നാഷണൽ പോളിസിയാണ് അത്. കടം എന്തെങ്കിലും മേടിക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് അറിയാതെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല. കാരണം അവരുടെ അപ്രൂവൽ ആണ്. കാരണം എന്താണ്, പല പാരാമീറ്റേഴ്സും നോക്കണം. നമ്മൾ അവിടുന്ന് ഹെൽപ്പ് മേടിച്ചു വെച്ചിരിക്കുക. ഉദാഹരണം, ജസ്റ്റ് 2 years ബാക്ക് ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, ഇത് കോറിലേറ്റ് ചെയ്യരുത്. ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ. 2 കൊല്ലം മുമ്പേ പിന്നെ ഇവിടെ ഇൻ കേരള വെൻ ഫ്ലഡ് വാസ് ദർ, എന്നിട്ട് UAE തോന്നുന്നുണ്ട് 700 crores എന്തോ ഹെൽപ്പ് അവിടുത്തെ പ്രധാനമന്ത്രിയോ എന്തോ ഹെൽപ്പ് ഓഫർ ചെയ്തു. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ വിഷമങ്ങൾ കണ്ടിട്ട് അവർ 700 crores. പക്ഷെ നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് അപ്രോച്ച് ചെയ്ത് മേടിച്ചോട്ടെ എന്ന്. സെൻട്രൽ ഗവൺമെന്റ് നോ, വി വിൽ പ്രൊവൈഡ് ഹെൽപ്പ്, ഡോണ്ട് ടേക്ക് ഹെൽപ്പ് ഫോർ ദ ടൈം ബീയിങ്. ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്തോളാം, ഇപ്പൊ നിങ്ങളെ ചോദിക്കുക. കാരണം അത് പല പാരാമീറ്റേഴ്സും സെൻട്രൽ നോക്കും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇന്റർനാഷണൽ ഇഷ്യൂസ് അവരാണ് ഡീൽ ചെയ്യുന്നത്. നമ്മൾ ചുമ്മാ കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാൻ പാടില്ല. കാരണം ഇപ്പം നമ്മളൊരു ലോൺ എടുക്കുക വിചാരിക്കുക, നമ്മുടെ ഇവിടുന്ന് വേൾഡ് ബോഡീസ് അവിടെ നിന്ന് ലോൺ എടുക്കാനും സെൻട്രൽ ഗവൺമെന്റ് ക്ലിയറൻസ് വേണം, RBIയുടെ ക്ലിയറൻസ് വേണം. അല്ലാണ്ട് ലോൺ എടുക്കാൻ പറ്റില്ല ഇവിടുന്ന്. ഇപ്പം ജർമ്മനി ആയിക്കോട്ടെ, ജപ്പാൻ ആയിക്കോട്ടെ, ലോൺ പല പ്രൊജക്റ്റിനും ലോൺ ഗവൺമെന്റ് അപ്രൂവലിലൂടെ എല്ലാം എടുക്കാൻ പറ്റും. സ്റ്റേറ്റ് ഗവൺമെന്റ് കടമെടുക്കുക, പക്ഷേ വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. നൗ സിവിൽ ഡിഫൻസ്, ലോക്കൽ ഇലക്ടഡ് ബോഡി, ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഞാൻ പറഞ്ഞു ഇല്ല. പിന്നെ വേറെ കാര്യം, ഉദാഹരണം ഇപ്പൊ ഇതൊക്കെ ഉള്ളൂ. ഇന്റർനാഷണൽ ഒറ്റ പറയാം ഉദാഹരണം, യുക്രൈൻ. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നതല്ലേ യുക്രൈൻ യുദ്ധം. എത്ര രാജ്യം ഇന്ത്യയിലായിട്ട്, ശ്രീലങ്ക, ടേക്ക് ദ എക്സാമ്പിൾ. ശ്രീലങ്ക, നിങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്കയിലില്ലേ, ശ്രീലങ്കയിൽ നമ്മുടെ കപ്പല് ഇന്നലെ മിഞ്ഞാന്നിട്ട് മുഴുവൻ റിലീഫ് മെഡിസിൻ, ഫുഡ് ഐറ്റംസ്, ബിസ്ക്കറ്റ്, ഇതൊക്കെ ഒരു കപ്പലാണ് അങ്ങോട്ട് പോയിരുന്നു. ഈവൻ ചൈന പോലും അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇന്ത്യയുടെ ഹെൽപ്പ്. അതേമാതിരി യുക്രൈനില് ഓരോ രാജ്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടെ പ്രശ്നം. കാരണം ജനങ്ങള് ലക്ഷക്കണക്കിലുള്ള ആളുകളെ അവിടുന്ന് പലായനം ചെയ്യണം. അപ്പൊ അവർക്ക് ഭക്ഷണം വേണ്ടേ, അല്ലെങ്കിൽ എല്ലാം മരിക്കില്ലേ ആളുകൾ. എല്ലാം മനുഷ്യരില്ലേ. നമ്മളൊക്കെ നമ്മളെല്ലാം ജീവിക്കുന്നത് മറ്റുള്ളവരുടെ സങ്കടം കൂടി നമ്മൾ അറിയണ്ടേ. അപ്പൊ അങ്ങനെയല്ലേ നമുക്ക് വിഷമമുള്ള മറ്റുള്ളവർക്ക് വിഷമം നമ്മള്. അപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ ശ്രീലങ്ക തൊട്ട ഏതാനും ഒരു മാസം 1.5 മാസത്തിനുള്ളിൽ നടന്നു പോകണം. എത്ര ഹെൽപ്പാണ്. തമിഴ്നാട് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ എടുത്തിട്ടാണ്. ഓർക്കണം, തമിഴ്നാടിന് ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ദേ ടുക്ക് ഹെൽപ്പ്. ഞങ്ങളിത് അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ക്ലിയർ അവർ കൊടുത്തു. അതിന്റെ പുറമെ കാരണം നിങ്ങൾക്ക് കയറ്റി അയക്കാൻ പറ്റില്ല. കാരണം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുടെ അപ്രൂവലാണ് എല്ലാ കാര്യങ്ങളിലും. ഇന്റർനാഷണൽ എന്ത് അറേഞ്ച്മെന്റ് ആണ് ചെല്ലും കേട്ടോ. അപ്പോ
അതിന്റെ പറഞ്ഞു ഇപ്പൊ ഏതായാലും മിന്നാന്നിട്ട് ഒരു വലിയ ഷിപ്പ് അവിടെ എത്തിയിരുന്നു. അതിൽ മുഴുവൻ റിലീഫ് മെഷേഴ്സ് ആണ്. മരുന്ന്, ഓൾഡ് ഏജിലായിട്ടുള്ള ആളുകൾക്ക് ഇത് വസ്ത്രങ്ങള്, പല 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 ഫുഡ് ഐറ്റംസ്, പല കാര്യങ്ങളും നല്ല അവരുടെ ജീവിത നിലവാരം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കാൻ ശ്രീലങ്ക അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ഇന്റർനാഷണൽ ബോഡി അതേമാതിരി എല്ലായിടത്തും വേണമെന്ന് അർത്ഥം. ഇറാഖില് എന്തെല്ലാം പ്രശ്നം ഉണ്ടായി? എന്നാൽ ഇറാഖ് വാർ ആവശ്യമുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്തോ ഒരു സസ്പിഷൻ അവിടെ തുടങ്ങി. പക്ഷെ അനുഭവിച്ചത് എത്ര ജനങ്ങളാണെന്ന് നോക്കൂ, എത്ര ആളാ മരിച്ച. ഇന്നും അതിന്ന് കരകയറിയില്ല ഇറാഖ്. നോക്കൂ, ഒരു വെപ്പൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധം ചെയ്തത്. എത്ര ആളുടെ മരണം സംഭവിച്ചു നോക്കൂ, എത്ര ആളുടെ. പക്ഷെ അങ്ങനെ ഒരു കെമിക്കൽ വെപ്പൺ അവിടെ ഉണ്ടായിരുന്നില്ല പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ്റെ അടുത്ത്. അയാൾ ചുമ്മാ എന്തോ പറഞ്ഞു എൻ്റെ ഒരു കെമിക്കൽ വെപ്പൺ ഉണ്ടെന്ന്. പക്ഷെ അതുണ്ടോ നോക്കാൻ വേണ്ടി അമേരിക്ക ഇതുമാതിരി യുദ്ധം ചെയ്ത് അവസാനം അയാളും മരിച്ചു. വെപ്പൺ കിട്ടിയതുമില്ല, കെമിക്കൽ വെപ്പൺ കിട്ടിയതുമില്ല. ഇറാഖ് പകുതി മുക്കാലും അങ്ങോട്ട് നാശമായി കംപ്ലീറ്റ്. മനസ്സിലായില്ലേ? ഇപ്പോഴും അനുഭവിക്കുന്ന യാതനകൾ അവിടെ മനസ്സിലായില്ലേ? അങ്ങനെ വലിയ വലിയ വിഷമങ്ങളെ നേരിടുക. അതാണ് വളരെ ട്രാജിക്കാണ് ചില കാര്യങ്ങൾ. ഈ കലാമിറ്റീസും അതേമാതിരിയുള്ള പ്രശ്നം, വാറ് വളരെ വലിയ. വി ഹാവ് ടു അവോയ്ഡ് ദിസ് ടൈപ്പ് ഓഫ് വാറായിക്കോട്ടെ എന്തൊക്കെ ആയിക്കോട്ടെ. അതായത് നമ്മൾ ഇനിയൊക്കെ വളരെ 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 സൂക്ഷിക്കണം. ഇനി വാറ പറഞ്ഞാൽ ന്യൂക്ലിയർ ആണ്. ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ജനറേഷൻ ബൈ ജനറേഷൻ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. വളരെ നമ്മുടെ പല രാജ്യങ്ങളും ഈ കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ്. പിന്നെ അപ്പോൾ ലോക്കൽ ഇലക്ട്രിക് ബോഡി പറഞ്ഞു, ഇന്റർനാഷണൽ കോർപ്പറേഷൻ പറഞ്ഞു. ഇനി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി, നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ് NPDM 2009, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ NDMP 2010. ഇതൊക്കെ ഒരു പോളിസിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന് ഒരു കാരണം, നമ്മളെ ഇത്തരത്തിൽ എന്തിനാ ഇതൊക്കെ ചെയ്തിരുന്നത്? ഓരോരോ സംഗതി വരുമ്പോ ഏത് വിധത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യണം, ഫണ്ട് എവിടുന്ന് കിട്ടും, പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ട്, ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ട്, ഇത് ഇൻകം ടാക്സ് എക്സംഷൻ നമ്മൾ ഇതിൽ കൊടുക്കുമ്പോൾ ഈ പ്രൈം മിനിസ്റ്ററുടെ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററുടെ ഫണ്ട് ദുരുപയോഗം ചെയ്യില്ല. നല്ല കാര്യത്തിന്റെ, രാജ്യത്തിന്റെ, സ്റ്റേറ്റിന്റെ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. കണ്ണും ചീമ്പി, അതായത് അത് അവർ കാരണം വേറെ ഇപ്പം നോക്കോളൂ. ഉത്തരാഖണ്ഡിലെ കഴിഞ്ഞ ആഴ്ച, അതിന് മുമ്പേ ആഴ്ചയിട്ട് നടന്ന ഉടനെ പ്രൈം മിനിസ്റ്റർ കുറച്ച് ക്രൂസ് ഓരോ മരിച്ച ആളുകൾക്ക് എത്ര ലക്ഷം, 2 ലക്ഷം 3 ലക്ഷം എന്തൊക്കെ കൊടുത്തു. ഇമ്മീഡിയറ്റ് റിലീഫായിട്ട്. പിന്നീട് അവർ കാണും ഹോം മിനിസ്റ്റർ ഇതെല്ലാം സർവേ ചെയ്തിട്ട് പിന്നീട് കൊടുക്കും അവർ. ഇമ്മീഡിയറ്റ് റിലീഫാണ് അതൊക്കെ. അതേമാതിരി റെയിൽവേയിൽ ആക്സിഡന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് റിലീഫ് കൊടുക്കണം. പിന്നീട് കണക്ക് കൂട്ടിയിട്ട് പിന്നീട് കൊടുക്കും. അങ്ങനെയാണ് അത്. അങ്ങനെ നേഷൻ ഈസ് വൺ. ഇൻ എമർജൻസി സിറ്റുവേഷൻ റിമെമ്പർ, ഇന്ത്യ ഈസ് വൺ. നമ്മളെല്ലാവരും ഒന്നാണ്. കാരണം ആരൊക്കെ എന്തും എപ്പോഴും സംഭവിക്കുക. അല്ലാണ്ട് കർണാടകയിലെ IA അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ IA പറഞ്ഞിട്ട് മറ്റുള്ള സ്റ്റേറ്റിന് എല്ലാ സ്റ്റേറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വൺ ഓഫ് ദ ഏറ്റവും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റില് അല്ലെങ്കിൽ ഡിസാസ്റ്റർ പ്രോൺ സോണാണ് ഇന്ത്യ ലോകത്തില്. എല്ലാ വിധത്തിലുള്ളതും ചില സമയത്ത് വന്നേക്കാം, വരണമെന്നില്ല. ഇതേമാതിരി ചിലപ്പോൾ വന്നേക്കും. അത് അപ്പൊ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളതിന് ഓഫ് കോഴ്സ് ഗവൺമെന്റ് ഈസ് ടേക്കിംഗ് ആഡ്വക്കേറ്റ് പ്രിക്കോഷൻ. അതുകൊണ്ട് ഇപ്പോൾ എൻവയോൺമെന്റിൽ വളരെയധികം ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിച്ചു. ഇന്ന് രാവിലത്തെ റിപ്പോർട്ടില് നമ്മളെ എൻവയോൺമെന്റിൽ നമ്മളെ ആ ഗ്രാഫ് അതിൽ വളരെ പിന്നിലാണ് ഇന്ത്യ. പറഞ്ഞില്ല ഇതൊക്കെ കാരണം. അതായത് ചില സമയത്ത് ഈ പ്ലാസ്റ്റിക്കിന്റെ അതേമാതിരി പലതും, എയർ പൊല്യൂഷൻ, ഇന്ത്യയുടെ ഏറ്റവും എഫക്റ്റ് ചെയ്യുന്ന എയർ പൊല്യൂഷനാണ്. അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ എന്താ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എന്താണ് പ്രിക്കോഷൻ എടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്, ഏത് വിധത്തിലാണ്, അതൊക്കെയാണ് പറയുന്നത്. നൗ there had been great loss of lives in property after disaster like super cyclone. 1999 സൈക്ലോൺ വന്നപ്പോൾ അനവധി ആളുകളെ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ as a result of the large scale devastation, there were measures initiated in India towards making institutional arrangement for disaster. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവലിൽ ഇതേമാതിരിയുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ്മെന്റ് ബോർഡ്
നിലവിൽ വന്നതും ഇത്തരത്തിലുള്ള സഹായങ്ങളും ഒക്കെ നൽകുന്നതും നമ്മളിപ്പോൾ വെൽ പ്രിപ്പയർഡ് ആണ്. നോട്ട് ഓൺലി ദാറ്റ്, വി ഹാവ് പ്രൊക്യൂർഡ് അവർ ഫയർ സേഫ്റ്റി. മറ്റേ നമ്മുടെ ഫയർ ബ്രിഗേഡ്സ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും നേവി, എയർഫോഴ്സ് ഒക്കെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ മീറ്റ് ചെയ്യാൻ മിടുക്കന്മാരായിട്ട് എല്ലാം തയ്യാറായിട്ട് ആണ് ഇവര്. ഇതെല്ലാം ലോട്ട് ഓഫ് പർച്ചേസ് ദേ മേഡ് ടു ഫേസ് സച്ച് സിറ്റുവേഷൻ. ചിലപ്പോ ഈ ഇതിന്റെ നമ്മുടെ നിങ്ങൾക്ക് യു വോണ്ട് ടു നോ വൺ സ്റ്റോറി. ഈ കൊല്ലം ഇൻ കേരള മെനി ഇയേഴ്സ് ബാക്ക് ഒരു വിധം ജാപ്പാൻ കൊതുക് വന്നിട്ട് അതിഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അതാണ്. അത് കടിച്ചാൽ ആള് മരണത്തിലെത്തും. ആ കൊതുകുകളെ കൊല്ലാനുള്ള ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ലോക്കൽ ഇതിലെ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലൊന്നും ഇല്ല, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലൊന്നും ഇല്ല. അവസാനം ആർമി ഇറങ്ങിയിട്ട് വന്നിട്ടാണ് അവര് ഇത് ചെയ്ത്. കാരണം ആർമി എല്ലാവരും പ്രിപ്പയർഡ് ആണല്ലോ, അത്തരത്തിലുള്ള സിറ്റുവേഷൻ എല്ലാവരും ഫേസ് ചെയ്താണല്ലോ. ഓർക്കണം. അപ്പോൾ ഓരോരോ കാര്യത്തിൽ അപ്പം നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണ് നവഡേയ്സ്. നമ്മുടെ ഇന്ത്യ ഈസ് we are happy to say that such situation we can easily solve it. Now, Unit 6, disaster management cycle with the focus on preparedness. Prevention is better than പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മിറ്റിഗേഷൻ, അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യുക, ഓവർകം ചെയ്യുക. ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ അപ്രോച്ച് ടുവേർഡ്സ് ഡിസാസ്റ്റേഴ്സ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ അത് പറയാൻ എന്താന്ന്, ഡിസാസ്റ്റർ പ്രിവെൻഷൻ, ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. അതാണ് ഈ യൂണിറ്റ് 6 ആരംഭം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന മെഷേഴ്സ് ഇൻ ഏർലിയർ ടൈംസ് വെർ ഓറിയന്റഡ് മോസ്റ്റ്ലി ടു പണ്ടേ മഴ അത് വന്നതിന്റെ ശേഷമായിരുന്നു റിലീഫ്. അതായത് മരിച്ചു പോയതിന്റെ ശേഷം, നാശനഷ്ടങ്ങൾക്ക് വന്നതിന്റെ ശേഷമാണ് അയ്യോ നാശനഷ്ടം ആയല്ലോ, ബിൽഡിങ് പോയല്ലോ, ഒലിച്ചു പോയല്ലോ, ആള് മരിച്ചല്ലോ എന്ന് പണ്ട്. പിന്നീട് അതിനുള്ള റിലീഫ് ഒന്നുമില്ലെങ്കിൽ വീടുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ വേറെ മരുന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കും, പൈസ ഒന്നും കൊടുക്കും, അങ്ങനെയായിരുന്നു പണ്ട. ഇന്നതല്ല, വേറെ ഐറ്റംസ് ഓഫ് റിലീഫ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. റിലീഫ് മെഷേഴ്സ് പലതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നമ്മൾ ഹെലികോപ്റ്ററിലായിരിക്കും, വേറെ പ്ലെയിനിലായിരിക്കും. യു വിൽ ബി സർപ്രൈസ്. സംടൈം ഹെലികോപ്റ്ററിലായിരിക്കും ഓരോ സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ ഈ വെള്ളത്തിൽ നിന്ന് കയറ്റുന്നത് ഹെലികോപ്റ്ററിലായിരിക്കും. അങ്ങനെ വെൽ പ്രിപ്പയർഡ് ആണ് നമ്മുടെ. വി ആർ ഫോർച്യുനേറ്റ് ടു ഹാവ് വെരി ഗുഡ് പൈലറ്റ്. ഹെലികോപ്റ്റർ ആയിക്കോട്ടെ, എന്താ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വളരെ 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 പ്രാക്ടീസ് ഉള്ള ആളുകളാണ്. അപ്പോൾ ഇന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ rather than serving the needs of the victim after ഡിസാസ്റ്റർ വന്നതിന്റെ ശേഷം ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം അത് വരാതിരിക്കാനും അതിന്റെ മിറ്റിഗേഷനും അതിന്റെ സൊല്യൂഷനും which can contribute towards not only preventing huge loss, നഷ്ടങ്ങൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഹ്യൂജ് ലോസ്. അതായത് മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, അമേരിക്ക പറഞ്ഞു 10,000 ആളുകൾ ഇന്ത്യയിൽ മരിക്കുന്നത്. ഒരു സൈക്ലോണുള്ളത് നമ്മുടെ ജസ്റ്റ് 1-2 കൊല്ലം മുമ്പേ ആന്ധ്രാപ്രദേശ് ഒറീസയിലെ 10,000 ആളുകൾ മരിക്കുന്നു പറഞ്ഞു. പക്ഷെ നമ്മുടെ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഇല്ല, മരിക്കില്ല, ഈവൻ 10 പേര് പോലും മരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോ നോക്കൂ, പക്ഷേ ഇവിടെ ഇതാണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് പറഞ്ഞാലും നാസ അമേരിക്കയിൽ നിന്ന് പറയണത് നിങ്ങളുടെ മരിക്കും ഇത്ര ആളുകളെ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് കൂട്ടാക്കാത്ത നമ്മുടെ ആളുകളെ ഷുവറാണ്. ഈ കൊടുങ്കാറ്റ്, സൈക്ലോൺ കടലിന്റെ തീരത്തടുത്തുമ്പോൾ ഇതിന്റെ സ്പീഡ് കമ്മിയാവും, അതിന്റെ എഫക്റ്റ് വളരെ കമ്മിയാവും എന്ന് പറഞ്ഞു. പക്ഷേ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആൻഡ് ഒഡീസ ഗവൺമെന്റ് took adequate prevention steps to evacuate people from the coastal area. ഇലക്ട്രിക് ഇതിന്റെ കംപ്ലീറ്റ് ഡിസ്കണക്ട് ചെയ്ത്, കാരണം ആർക്കും ഇലക്ട്രിക് ഇതിന്റെ വയറ് വീണിട്ട് ആരെങ്കിലും മരിക്കരുത്. അതേമാതിരി ആളുകൾക്കെല്ലാം പ്രിക്കോഷൻ കൊടുത്ത് ഫുഡ് ക്യാമ്പിലേക്ക് മാറ്റി. അങ്ങനെ 1-2 മരിച്ച്, അതും മരത്തിന്റെ ചില്ല വീണിട്ടാണ് മരിച്ചത്, അല്ലാണ്ട് വെള്ളം കൊണ്ടല്ല മരിച്ചത്. എങ്ങനെ 10,000 ആൾ മരിക്കുമ്പോൾ അതെങ്ങനെ വന്നേ? പ്രിക്കോഷൻ, പ്രിവെൻഷൻ. അപ്പോൾ നമ്മുടെ സയന്റിഫിക് വേ, നമ്മുടെ പ്രഡിക്ഷൻ, അതൊക്കെയാണ് ഏറ്റവും. നോ ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ അപ്രോച്ച് ടുവേർഡ് ഡിസാസ്റ്റർ. ഓക്കെ, നോ അതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ. എന്താണ് ഇവിടെ ഒരു പോയിന്റ് കൂടി ഞാൻ പറയട്ടെ. നമ്മുടെ
ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓപ്പറേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട റിസ്ക് അനാലൈസിസ്. എന്തെങ്കിലും അപകടം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ നിങ്ങളുടെ ബുക്കിൽ ഇല്ലാത്തതാണ്, ഞാനൊരു ന്യൂസ് പേപ്പർ ഐറ്റം വായിക്കുകയാണ് കേട്ടോ. അതായത് ബാക്കി നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കുക കുറച്ചൊക്കെ കേട്ടോ. യു ടേക്ക് ഇനീഷ്യേറ്റീവ്. ഞാൻ പറഞ്ഞല്ലേ, പുസ്തകം വായിച്ചിട്ട് വിവരം ഉണ്ടാക്കണം. അല്ലാതെ നമ്മളെ ജസ്റ്റ് നമ്മളെ ഇതിൽ നോക്കാൻ വേണ്ടിയിട്ട് എന്താ പറയണ്ടേ, വാട്സപ്പോ മറ്റേ വേറെ ഏതെങ്കിലും കണ്ടിട്ട്, അല്ല സോറി, ഗൂഗിൾ പോയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, ഈ ഗൂഗിൾസിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് റിലയബിൾ ആവില്ല. ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കണം. എപ്പോഴും ഗൂഗിൾസിൽ നമ്മൾ പോയിട്ട് കിട്ടുന്ന ഡാറ്റ ചിലപ്പോൾ അമേരിക്കയിലത്തെ ഡാറ്റ ആയിരിക്കും. ഇന്ത്യയിലത്തെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അമേരിക്ക എന്താണ് ചെയ്യുക? അമേരിക്കയിൽ സിറ്റുവേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇന്ത്യയിലത്തെ സിറ്റുവേഷൻ വളരെ ഡിഫറെൻ്റ് വേയാണ്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ പുസ്തകങ്ങൾ വായിച്ചിട്ട് തന്നെ നമ്മൾ പരിജ്ഞാനം ഉണ്ടാക്കണം. അതല്ലാതെ ഈസി മെത്തേഡ് നമ്മൾ നോക്കുക. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഫോർ സക്സസ്. മനസ്സിലായില്ലേ? ബുദ്ധിമുട്ടിയേ പറ്റൂ പഠിക്കണമെന്നുണ്ടെങ്കിൽ. ഞാൻ ഇതിൻ്റെ കാര്യമല്ല പറയുന്നത്, ലോട്ട് ഓഫ് നോളജ്. ഇപ്പം ഇവിടെ നമ്മൾ റിസ്ക് അനാലൈസിസ് വേണം. എവിടെല്ലാം എന്തെല്ലാം സംഭവിക്കും, എർത്ത് കേക്ക് ഉണ്ടായ എന്തെല്ലാം സംഭവിക്കും. ജപ്പാനിലൊക്കെ നോക്കാം, എന്നും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ അവര് ഓരോരോ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഡേഞ്ചറസ് ആണോ, മിഡിൽ ആണോ, ലോ ആണോ, ഇതൊക്കെ അവർ സെഗ്രിഗേറ്റ് ചെയ്യും. അതേമാതിരി അതിന് ഏജൻസി ഉണ്ട്, ഓരോരോ ഇൻപുട്സ്, ഇതെല്ലാം വാർണിംഗ് കൊടുക്കാൻ ആളുകളുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനമാണ്. പിന്നെ യെസ്, അപ്പോൾ ഇത് പറഞ്ഞു ഞാൻ. ഓക്കെ, ഇന്റർനാഷണൽ ഓക്കെ. നോ, പ്രീ ഡിസാസ്റ്റർ ഇൻട്രൊഡക്ഷൻ. ഡിസാസ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, ഡിസാസ്റ്റർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞല്ലോ ഞാൻ. ഓക്കെ അത് പറഞ്ഞു. ഓക്കെ, നോ ഇവിടെ വേറൊരു പറയാനുള്ളത്, ഡിസാസ്റ്റർ വരണേൻ്റെ മുമ്പ് നമ്മൾ എന്ത് പ്രിപ്പറേഷൻ എടുക്കണം? കൂടുതൽ പറയേണ്ടല്ലോ. പ്രീ ഡിസാസ്റ്റർ വരണേൻ്റെ മുമ്പ് എല്ലാം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്കെങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാം എല്ലാം നമുക്ക് മഴ വരുമോ അല്ലെങ്കിൽ ഇത് വരുമോ എന്നൊക്കെ. പക്ഷേ എടുക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മനസ്സിലായില്ലേ? എവിടെ നദി ചില സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഉള്ളിലേക്ക് വരികയാണ്, കോസ്റ്റൽ ബെൽറ്റ്, അതൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ പ്രിക്കോഷൻ ഡ്യൂറിങ് ഡിസാസ്റ്റർ. അതായത് അപകടങ്ങൾ വരുന്നതിന്, അപകടം വരുന്നത് എങ്ങനെയാണ്? നമ്മൾ വണ്ടി ഓടിക്കുന്നു, ബസ്, കാറ്. ഈ കാർ കൂട്ടിയിടിക്കുന്നതിന് പകരം നമ്മൾ മെല്ലെ ഒന്ന് സ്പീഡിൽ ഓടിക്കുമ്പോഴാണ് ചിലപ്പം പലപ്പോഴും സംഭവിക്കുന്നത്. അല്ലെങ്കിലും സംഭവിക്കും, ഞാൻ അതല്ല പറയാം. പക്ഷെ ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് മുമ്പേ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സ്പീഡോ അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുക, ഉറങ്ങിയിട്ട് മരത്തിൽ കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ല. ഉറങ്ങാണ്ടിരിക്കുക ഒക്കെ പ്രിക്കോഷൻ എടുത്തുകൊണ്ട് ചില സമയത്ത് ഇത്ര ഡിസാസ്റ്റർ അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം അപകടം വരുമ്പോൾ നിങ്ങളെല്ലാം മരിക്കുന്നത്, മറ്റുള്ളവരും മരിക്കുന്നുണ്ട്. ഒരു കാറ് കൂട്ടിമുട്ടിയാൽ അല്ലെങ്കിൽ ബസ്സിലിടിച്ചാൽ ബസ്സിലത്തെ ആളുകളും മരിക്കുന്നില്ലേ? അല്ലെങ്കിൽ ബസ് കാറിലിടുന്നെങ്കിൽ കാറിലത്തെ ആളുകളും ബസ്സിലത്തെ ആളുകളും മരിക്കുന്നില്ലേ? അപ്പൊ എല്ലാവരും ലൈഫ് ഫ്രഷേഴ്സ് അല്ലേ? അതേ പ്രകാരം പ്രീ ഡിസാസ്റ്റർ പ്ലാൻ വേണം. പിന്നെ ഡ്യൂറിങ് ഡിസാസ്റ്റർ, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് റിലീഫ് മെഷേഴ്സ്, അങ്ങനെ ഇങ്ങനെ ഭക്ഷണം ഇതൊക്കെ ഉണ്ട്, അതൊന്ന്. പിന്നെ അങ്ങനെ അപ്പൊ ഡ്യൂറിങ് അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് പിന്നീട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡ്യൂറിങ് ഡിസാസ്റ്റർ ആൾസോ വാട്ട് എവർ നീഡ് ഇറ്റ് ഈസ് റിക്വയർഡ്. വാണിങ്, ആളുകളെ മാറ്റി താമസിപ്പിക്കുക, വെള്ളം എത്ര ലെവലിൽ മേപ്പിട്ട് വരും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാണെന്ന് വെച്ചാൽ. അതേമാതിരി ഭൂമി കുലുക്കം. പിന്നെ എർത്തുകേക്കിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. എർത്തുകേക്ക് വന്നോടെ തന്നെ പിന്നെയും എർത്തുകേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ട്. അതും കൂടി ഓർക്കണം. ചിലപ്പോൾ സ്മാൾ ലെവലായിരിക്കും, അല്ലെങ്കിൽ രണ്ടാമതും വരും അവിടെ തന്നെ. അതും കൂടി ഉണ്ട്. പിന്നെ ഈ എർത്തുകേക്കിന്റെ ഉള്ള സ്ഥലത്താണ് നമ്മുടെ പല ഡാമും. അതും കൂടി ശ്രദ്ധിക്കണേ. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ മഹാരാഷ്ട്രയിൽ പൂനെയുടെ അടുത്ത് കൊയന, അതും ഡിസാസ്റ്റർ, അത് എർത്തുകേക്ക് പ്രോൺ ഏരിയയാണത്. മനസ്സിലായില്ലേ? പക്ഷേ ഒരു കാലത്ത് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ ഡാമിന്റെ. അതൊക്കെ നിങ്ങളുടെ അതിൽ എഴുതിയിട്ടുണ്ട്, കംപ്ലീറ്റ് കഴിഞ്ഞ യൂണിറ്റിൽ അതിൽ എഴുതിയിട്ടുണ്ട്, അത് വായിക്കുക. അപ്പൊ അപകടത്തിന് ശേഷം നമ്മൾ പ്രിക്കോഷൻ എന്തൊക്കെ എടുക്കണം. ഇനി പ്രിവെൻഷൻ. ഇനി എന്താണെന്ന് വെച്ചാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളാണ് ഈ യൂണിറ്റ്. എന്താണ്? ഒന്ന്, പ്രീ ഡിസാസ്റ്റർ ഞാൻ പറഞ്ഞല്ലോ, ഡിസാസ്റ്റർ ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ, റെസ്പോൺസ്. പിന്നെ വളരെ പ്രിപ്പയർനെസ്സിനെ പറ്റിയിട്ട്, എല്ലാ പ്രിപ്പയർനെസ്സിനെ പറ്റിയിട്ട് ഇതിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണ്ടേ? ഒരു യുദ്ധം ചെയ്യാൻ, ഒരു യുദ്ധം ചെയ്യണമെന്ന് വെച്ചാൽ ആർമിക്ക് പ്രിപ്പയർ ചെയ്യണ്ടേ?
ആ സമയത്ത് നമ്മുടെ ജീപ്പിൽ പെട്രോൾ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ജവാന് യൂണിഫോം ഇല്ല, ബുള്ളറ്റ് പ്രൂഫ് ഇല്ല, ജാക്കറ്റ് ഇല്ല, പറയാൻ പറ്റുമോ? യുദ്ധം ഡിക്ലെയർ ചെയ്യുമ്പോൾ പെട്ടെന്നായിരിക്കല്ലേ നമ്മുടെ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് 1971 വാറ്? 1971 വാറിലെ ആഗസ്റ്റ് 15 എന്താണെന്ന് തോന്നുന്നുണ്ട്, പ്രൈം മിനിസ്റ്ററുടെ സ്പീച്ച്, അന്നത്തെ പ്രൈം മിനിസ്റ്ററുടെ സ്പീച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അംബാലയില് നമ്മുടെ ജവാന്മാര്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫ്ലാഗ് ഹോസ്റ്റിംഗും ഒക്കെ നോക്കിക്കൊണ്ട് ആസ്വദിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന്, പിന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ റിപ്പബ്ലിക് ഡേ എനിക്ക് ഓർമ്മയില്ല, പെട്ടെന്ന് അവരോട് എയർഫോഴ്സിലെ ആളുകളോട് പറഞ്ഞു, ദാ പ്ലെയിൻ ഉടനടി വാർ ഡിക്ലെയർ ചെയ്ത് അങ്ങനെ പറപ്പിക്കാൻ. ദാ 5 മിനിറ്റ് കൊണ്ട് അവർ ആകാശത്തിലെത്തി. എങ്ങനെയുണ്ട്? അതാണ് പ്രിപ്പയർനെസ്. എനിത്തിങ് നമ്മുടെ എല്ലാവരും നമ്മുടെ രാഷ്ട്രത്തിനെ സേവിക്കാനും അതേമാതിരി ഓരോരോ കാര്യങ്ങളും പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പോൾ നമ്മുടെ നോക്കൂ, കോവിഡ് സിറ്റുവേഷൻ നോക്കൂ, എങ്ങനെയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് വളരെയധികം മരുന്ന് എവിടുന്നല്ല എന്തെല്ലാം നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച് പൂനെന്ന് ഹൈദരാബാദിൽ നിന്ന് അത് സപ്ലൈ സെൻട്രലിൽ പ്രൊക്യൂർഡ് ഫ്രീ സപ്ലൈ ചെയ്തു. ഈ ബൂസ്റ്റർ നോക്കൂ, എന്താ ഈ പ്രിപ്പയർനെസ് അല്ലത്? വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ലെങ്കിൽ വന്നവരെ അതേമാതിരി രക്ഷിക്കാനൊക്കെ അല്ലേ നോക്കുന്നത്? തികഞ്ഞ പ്രിപ്പയർനെസ് കേട്ടോ. പിന്നെ റെസ്പോൺസ്, റിലീഫ് പറഞ്ഞു, ഞാൻ ആൾറെഡി പറഞ്ഞു. റിഹാബിലിറ്റേഷൻ, പിന്നെ അപകടങ്ങൾ പലതും സംഭവിക്കും. ഇവരൊക്കെ റിഹാബിലിറ്റേറ്റ് വീട് കൊടുക്കണ്ടേ, വീട് വെച്ച് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണ്ടേ, പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കണ്ടേ, റിലീഫ് കൊടുക്കണ്ടേ, അല്ലേ? വീട് വെച്ച് കൊടുക്കുക. അവർക്ക് 10 പൈസ അവരുടെ കയ്യിലുണ്ടാവില്ല, അവർക്ക് ഇതൊക്കെ റിഹാബിലിറ്റേഷൻ. പിന്നെ റീകൺസ്ട്രക്ഷൻ, ഒരു ഡാം അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് പൊട്ടിപ്പോയി വിചാരിക്കുക, അത് റീകൺസ്ട്രക്ട് ചെയ്യണ്ടേ? ഒരാളെ ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് പോകാനുള്ളതല്ലേ ബ്രിഡ്ജ്. അപ്പൊ അതേ പ്രകാരം ഒരു ബിൽഡിങ് നാശമായി, ഒരു വീട് നശിച്ചു പോയി, ഒരു അത് രണ്ടാമത് റീബിൽഡ് ചെയ്യണ്ടേ, റീകൺസ്ട്രക്ഷൻ. അങ്ങനെ ഓരോന്നും വേണ്ടേ പല കാര്യങ്ങൾ. അപ്പൊ അതാണ് റീകൺസ്ട്രക്ഷൻ. റീകൺസ്ട്രക്ഷൻ പറഞ്ഞാൽ വാട്ട് എവർ എന്ത് പ്രോപ്പർട്ടി നമ്മുടെ ലോസ് ആയോ അത് റീകൺസ്ട്രക്ട് ചെയ്യുക, അതാണ്. പിന്നെ റിക്കവറി. അപ്പൊ റിക്കവറിയാണ് അടുത്തത്. റിക്കവറി വളരെ വളരെ ചിലപ്പോ സ്ലോ ആയിരിക്കും, പക്ഷെ നമ്മൾ വളരെ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ജപ്പാൻ. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. എന്താണ് ജപ്പാൻ? പ്രകൃതിയുടെ വികൃതിയാണ് അവിടെ. എല്ലാം ഉണ്ട്, പുറത്തേക്ക് ആകട്ടെ, മറ്റേ എന്താ പറയണ്ടേ, അഗ്നിപർവ്വതം എല്ലാം ഉണ്ട്. എങ്ങനെ നാഗസാക്കി ഹിരോഷിമ ബോംബ് വർഷിച്ചത്? എങ്ങനെ അവർ റിക്കവർ ചെയ്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രി ഇൻ ദ വേൾഡ് എങ്ങനെയായത്? അതന്നെ റിക്കവറി. അതാ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച് ഇന്നും ജനങ്ങളെ, അതായത് മരിക്കാൻ നല്ലത് അങ്ങനെ ജീവിക്കുന്ന നാഗസാക ഹിരോഷിമ അതേമാതിരിയുള്ള സ്ഥലത്ത് ദ്വീപ് സമൂഹമാണ് ജപ്പാൻ. ചെറിയ ദ്വീപ്. അവരെങ്ങനെ ഡെവലപ്ഡ് കൺട്രി, ചാലഞ്ചിങ്, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ, നമ്പർ 1 ആയിട്ട് ലോകത്തിനെ ചാലഞ്ച് ചെയ്യുന്നത്. അതാണ് റിക്കവറി. അവരുടെ സെറ്റ് ബാക്ക് എങ്ങനെ അവർ മേപ്പെട്ട് വന്ന്, അങ്ങനെ പല രാജ്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യ പല കാര്യങ്ങളും റിക്കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറയട്ടെ, നമ്മുടെ മലേറിയ മറ്റേതൊക്കെ ഓരോരോ മരുന്നുകൾ കണ്ടുപിടിച്ച നമ്മുടെ സയന്റിഫിക് അച്ചീവ്മെന്റ്സ് ഒക്കെ പണ്ട് നമ്മൾ ടേക്ക് ദ എക്സാമ്പിൾ ആർമി. 1962 നമ്മൾ യുദ്ധം ചെയ്യാൻ ചൈനയോട് യുദ്ധം ചെയ്യാൻ നമ്മുടെ വെപ്പൺ തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ സ്ഥിതി എന്താണ്? വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആർമി ഇൻ ദ വേൾഡ്. പോരെ തന്നെ റിക്കവറി. ഓരോന്നും ഇല്ലാത്തത് ഉണ്ടാക്കുക, അതിനെ റിക്കവറി. അതായത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയ സംഗതി തിരിച്ച് എടുക്കുക, അതിനെ റിക്കവറി. ഡിസാസ്റ്റർ പ്രിവെൻഷൻ, യെസ്, മെഷർ ടുവേർഡ് ഡിസാസ്റ്റർ പ്രിവെൻഷൻ പറഞ്ഞു. റെസ്പോൺസ് ആൻഡ് റിക്കവറി ബേസ്ഡ് എഫേർട്ട് പറഞ്ഞു. പ്രിവെൻഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ, എത്രത്തോളം റിസ്ക് റിഡക്ട് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക. പിന്നെ കണ്ടോ, റെസ്പോൺസ് ആൻഡ് റിക്കവറി ബേസ്ഡ് എഫേർട്സ്. ഇവിടെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഞാനൊരു സംഗതി പറയട്ടെ. നോക്കൂ, ഈ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് വരുന്നുണ്ട് ഇതിൽ? പറയട്ടെ അതിൽ. ഓക്കെ, മെഷർ ടുവേർഡ് ഡിസാസ്റ്റർ പ്രിവെൻഷൻ, ഇത് പറഞ്ഞതാണ്. ഈ ഇതുമാതിരി നമ്മുടെ ഡിസാസ്റ്ററിന്റെ അതിനു മുമ്പേ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് തടഞ്ഞ് എത്രത്തോളം. ഒരു ഉദാഹരണം, ഡാം കെട്ടാൻ പാടില്ല. ഡാം കെട്ടരുത്, മനസ്സിലായില്ലേ? കാരണം എർത്ത് കേക്ക് ഉണ്ടാവും പറഞ്ഞാൽ അവിടെ എർത്ത് കേക്ക് ഉണ്ടാവും, അവിടെ കെട്ടരുത്, മനസ്സിലായില്ലേ? പിന്നെ
അങ്ങനെ ഓരോ കാര്യങ്ങളും ചില സമയത്ത് നമ്മളവിടെ അത് പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും ചില സമയത്ത്, മനസ്സിലായില്ലേ? പിന്നെ ഉദാഹരണം, നമ്മളെ എക്സ്പ്ലോസീവ്സ് സ്റ്റോർ ചെയ്യുന്ന അതിനുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ? ഇപ്പൊ ഗ്യാസ് സിലിണ്ടർ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങൾ റെസിഡൻഷ്യലിന്റെ ഉള്ളിൽ ഉണ്ടാവുക. അതേമാതിരി ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, പിന്നെ വർക്കിംഗ് ഇൻ ദ നോർത്ത് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഞങ്ങളുടെ നടുക്കിൽ റെസിഡൻഷ്യൽ ഏരിയയുടെ നടുക്കിലായിരുന്നു. റാൻ ബാക്സി ലബോറട്ടറി, ഇന്ത്യ വൺ ഓഫ് ദ ബിഗസ്റ്റ് നമ്പർ 1 അറ്റ് ദാറ്റ് ടൈം. റാൻ ബാക്സി ലബോറട്ടറി ഞങ്ങളുടെ വീട്ടിന്റെ, അതായത് ഞങ്ങളൊക്കെ താമസിക്കേണ്ട നടുക്കിലായി ഉണ്ടായിരുന്നു. ഏത് ലബോറട്ടറി? ഇന്ത്യയുടെ നമ്പർ 1 ആയിരുന്നു ആ സമയത്ത്. ഇന്ന് മാറി കേട്ടോ. എന്ത് പറ്റി? അതൊന്ന് അതൊന്ന് വരുന്ന ഇതുണ്ടല്ലോ, കടന്നിട്ട് മനുഷ്യന് അലർജി, അതേമാതിരി ഈ കെമിക്കൽ ഇതിന്റെ കംപ്ലീറ്റ് ശ്വാസ തടസ്സം, അങ്ങനെ അനവധി ഇതുണ്ടായി. ഇത് വന്നിട്ട് അവസാനം കംപ്ലൈന്റ് ചെയ്തു, എൻവയോൺമെന്റൽ മിനിസ്ട്രിയിൽ കംപ്ലൈന്റ് ചെയ്തു. അവസാനം ഇപ്പൊ കേട്ടു റീസെന്റ് ദാറ്റ് ഫാക്ടറി ക്ലോസ്ഡ്, ഷിഫ്റ്റഡ് ഫ്രം ദർ. കാരണം റെസിഡൻഷ്യൽ ഏരിയയിൽ ചിലതൊന്നും പാടില്ല. അതിനെ പ്രിവെൻഷൻ. ഓക്കെ, നൗ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. അത് പിന്നെ സ്ട്രക്ചേർഡ് വേ വേണം ചില കാര്യങ്ങൾ. എന്താണ് സ്ട്രക്ചേർഡ് വേ? ഞാൻ പറയട്ടെ. ഉദാഹരണം, ഒരു ഡാം പൊട്ടി വിചാരിക്കുക, ഏതെല്ലാം ഡിസ്ട്രിക്റ്റിൽ അഫക്ട് ചെയ്യും നോക്കണ്ടേ? മാപ്പിംഗ് വേണ്ടേ ഇതിന്റെ ഒക്കെ കംപ്ലീറ്റ്? അപ്പൊ അതൊരു സ്ട്രക്ചേർഡ് വേ, അതിന്റെ അപ്രോച്ച് ഉണ്ട്. നോൺ സ്ട്രക്ചേർഡ് വേ ആണെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉദിക്കും. അപ്പോ പ്രിപ്പയർനെസ് വേണം, മിറ്റിഗേഷൻ വേണം, പിന്നെ അത് വേണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റെസ്പോൺസ് പറഞ്ഞു, റിഹാബിലിറ്റേഷൻ പറഞ്ഞു, റിക്യൂപ്പേഷൻ വേണം, യെസ്, ഓക്കെ, റീസ്ട്രക്ചർ ഞാൻ പറഞ്ഞു, റിക്കവറി ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഡിസാസ്റ്റർ പ്രിവെൻഷൻ, അതാണല്ലോ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റെസ്പോൺസ് ആൻഡ് റിക്കവറി ആൻഡ് പ്രിവെൻഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ. അത് രണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതായത് റെസ്പോൺസ് വളരെ പ്രോംപ്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ തീ കത്തുമ്പോ പെട്ടെന്ന് നിങ്ങൾ തീ അണച്ചിട്ടില്ല എങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അടുത്ത ബിൽഡിങ്ങിൽ പിടിക്കില്ലേ? അത് പ്രോംപ്റ്റ് ആവണം. ഓരോരോ കാര്യങ്ങളും നമ്മൾ വളരെ ഓരോരോ കാര്യങ്ങൾ, മരണം കൂടും ചില സമയത്ത്, പെട്ടെന്ന് നമ്മൾ ഓരോരോ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ പ്രിപ്പയർഡ് ആയിരിക്കണം എല്ലാ കാലത്തും. വി ആർ ഫോർച്യൂനേറ്റ് ദാറ്റ് വി ആർ ഹാവിംഗ് ഓൾ ടൈപ്പ് ഓഫ് ഫെസിലിറ്റീസ് ഇൻ അവർ ഡേയ്സ് ടു പ്രിവെന്റ് സച്ച് ഒക്കേഷൻ. നോ പ്രിവെൻഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ എന്താണ് ചില കാര്യങ്ങൾ അറിയോ വേണ്ടത്? അതായത് മാപ്പിംഗ്, ഡേഞ്ചറസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാപ്പിംഗ്, പ്ലാനിങ് വേണം, ഡിസാസ്റ്റർ ടാസ്ക് ഫോഴ്സ് വേണം. അതായത് ഒരു ഡാം പൊട്ടിയ ഏതെല്ലാം ഡിസ്ട്രിക്ട് പോവും, അതിൻ്റെത് മാപ്പിംഗ് പ്ലാനിങ് വേണം. അതേമാതിരി ടാസ്ക് ഫോഴ്സ് ആരൊക്കെയാണ്? ഡിസ്ട്രിക്ട് കളക്ടർ, അതേമാതിരിയുള്ള ഇത്. അതേമാതിരി ക്യാമ്പയിൻ വേണം, കോർഡിനേഷൻ വേണം. ഏതൊക്കെ കോർഡിനേഷൻ? വീരിയേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഫയർ, പോലീസ്, ഫയർ, യുനോ so many defense this thing authorities, navy, air force, ഇതൊക്കെ നമുക്ക് കോർഡിനേഷൻ വേണം. പിന്നെ ഡിസാസ്റ്റർ ഓറിയന്റഡ് പ്രിപ്പയർഡ്നെസ് വേണം, റിലീഫ് മെഷേഴ്സ് വേണം, ഡിസ്ട്രിബ്യൂഷൻ ഷുഡ് ബി വെരി ഈസി. പിന്നെ ഫുഡ് ഐറ്റംസ് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഫുഡ് ഐറ്റംസ് നമ്മൾ സ്റ്റോർ ചെയ്യണം. പിന്നെ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ അപ്രോച്ചസ് ഉണ്ട്. അതായത് ഏത് വിധത്തിലാണ് ഓരോരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന്. മിറ്റിഗേഷൻ അപ്രോച്ച്, അതായത് പിന്നെ സ്ട്രക്ചറൽ ആയിട്ടുണ്ട്, നോൺ സ്ട്രക്ചറൽ ആയിട്ടും ഉണ്ട്. അടുത്തത്, സോ ഈ ഡിസാസ്റ്റർ ഇതിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഡേ ബൈ ഡേ ഡിസാസ്റ്റേഴ്സ് ആർ ലീഡിങ് ടു ഹ്യൂജ് എക്കണോമിക് ലോസസ്. ഇന്ത്യയുടെ വളരെയധികം എക്കണോമി പോകുന്നുണ്ട്. കാരണം ഈ ഡിസാസ്റ്റർ ആയിട്ട് ഓരോരോ സ്റ്റേറ്റിൽ ഓരോരോ കൊല്ലം പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? വെള്ളപ്പൊക്കം ഓരോരോ സ്റ്റേറ്റിൽ, ചിലപ്പോൾ മഹാരാഷ്ട്ര, ചിലപ്പോൾ ഗുജറാത്ത്, ചിലപ്പോൾ കേരള, ചിലപ്പോൾ ചെന്നൈ. ആൻഡ് ഡെവലപ്മെന്റ്, അത് രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇൻകോർപ്പറേറ്റിംഗ് പ്രോപ്പർ പ്രിവെന്റീവ് പ്രിപ്പയർനെസ് ആൻഡ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് in the development planning will reduce the impact of the disaster discussed in this unit. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ പ്രിപ്പയർനെസ് വളരെ നല്ല. പിന്നെ വേറൊരു കാര്യം, ഇതില് NGOs, നമ്മുടെ പല ഓർഗനൈസേഷൻസ് ഉണ്ട് ഹെൽപ്പ് യങ് ആയിട്ടുള്ള കുട്ടികളും മറ്റേതൊക്കെ. NSS അതേമാതിരിയുള്ള പലരും ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾ. അപ്പോൾ ഡിസാസ്റ്റർ ഇത്തരത്തിലുള്ള ഓരോരുത്തരുടെ ഇൻവോൾവ്മെന്റിനെ പറ്റിയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സോ ടുവേർഡ്സ് effective disaster management is pertinent that various measures as pointed in
ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ ഇൻ ഓൾ 3 phases. അവിടെ പറഞ്ഞിട്ടുണ്ട് 3 phases ഓഫ് ഡിസാസ്റ്റർ ആർ incorporated the international and national level to ensure effective disaster management. അതായത് മിറ്റിഗേഷൻ, സ്ട്രക്ചേർഡ് അപ്രോച്ച് ഇതൊക്കെ ഉണ്ടല്ലോ. ഇത് വളരെയധികം നമ്മളെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ ഈ 3 phases അത് വളരെ ഇൻകോർപ്പറേറ്റ്, അതേമാതിരി ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ലെവലിലും ഇത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ പറ്റിയിട്ട് നമ്മൾ വളരെ ബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു, നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ് 2009 പറ്റിയിട്ടും ഇത് പറഞ്ഞു. ഇതാണ് ഡിസാസ്റ്റർ പ്രിവെൻഷനെ പറ്റിയിട്ടും പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.